ഞാൻ എപ്പോഴും ഇങ്ങനെ യാത്രയാണ്. ഈ കൺവെൻഷൻ പ്രസംഗമൊക്കെ ആയതുകൊണ്ട് എല്ലാവരുമായിട്ട് ബന്ധപ്പെടാനോ വിളിക്കാനോ ഒന്നും പറ്റത്തില്ല. എനിക്ക് ആരും കൂട്ടുകാരില്ല എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ ഒറ്റ വ്യക്തി എനിക്ക് കൂട്ടുകാരില്ല. എനിക്ക് ആകെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞ ജീസസ് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ ആ കമ്പനി മുഴുവൻ കൂട്ടുകാരായിട്ട് പോകുമ്പോൾ സംസാരിക്കുക, എടുക്കുക. ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചു, പ്രൈസ് എല്ലാ കാര്യങ്ങളും സംസാരിക്കും. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആ ട്രെയിനെ കയറാൻ പോവാ, ഭയങ്കര ആളാ, ഒരു സീറ്റ് അവിടെ ഒഴുകിയിട്ടേക്കണമെന്ന് പറഞ്ഞു. സ്വർഗം സാക്ഷി, കർത്താവ് നടക്ക് നിൽക്കുന്നു. അവിടെ ആള് അതിന്റെ അകത്ത് മൊത്തം ഇരിക്കുക. ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് ആരും ഇരിക്കുന്നില്ല, ഒരു സീറ്റ് അവിടെ റെഡിയാക്കി വെച്ചിരിക്കുക. കയറി അങ്ങോട്ട് ഇരുന്നു. അത് എപ്പോഴും ട്രെയിനെ പോയെന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് പ്രാർത്ഥിക്കും, എനിക്കിരിക്കണം, ഇരുന്നേ പറ്റത്തുള്ളൂ, എനിക്ക് തന്നെ നിൽക്കാൻ പറ്റത്തില്ല, സീറ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ ട്രെയിൻ ആരുടെയാ? വേണാട് എക്സ്പ്രസ്, കർത്താവിന്റെയാ, അല്ലാതെ തലയെ കുത്തി വീഴാനുള്ള പ്രധാനമന്ത്രിയുടെ അല്ല. പറഞ്ഞു മനസ്സിലായോ? സ്തോത്രം. ഭൂമി വന്റെ പൂർണ്ണത യഹോവയ്ക്കുള്ളതാണ്. നിന്റെ ശരീരം, നിന്റെ മനസ്സ്, നിന്റെ ഹൃദയം, നിന്റെ കുഞ്ഞുങ്ങൾ, നിന്റെ കിടക്കുന്ന കാശ് എല്ലാം ദൈവത്തിനുള്ളതാണ്. ദൈവത്തിനും അത് ദൈവത്തിന്റെ ആലോചന ചോദിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് നടത്താൻ എന്നോട് ചോദിച്ചു കൊള്ളുക. ഞാൻ നിനക്ക് ഭൂമിയുടെ അറ്റങ്ങളെയും ജാതികളെ അവകാശമായി തരും. തരുവോ കിട്ടുവോ, ചോദിക്കണോ വേണ്ടയോ? സ്തോത്രം. അവർ ജീവിതത്തിലൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പിന്നെ അനുഗ്രഹം പ്രാപിക്കാൻ ഏറ്റവും തടസ്സമായിരിക്കുന്നതും ജയകരമായ ക്രിസ്തീയ ജീവിതം നമുക്ക് സാധിക്കാൻ പറ്റാത്തത് പലർക്കും ഇരിക്കുന്നത് ഒന്നാമത്തെ കാര്യം, ഈ വൃത്തികെട്ട പ്യായിനെ പേടിക്കുന്നതുകൊണ്ട്. ആ സാധനത്തിനെ പേടിക്കരുത്. അടിച്ച് പുറത്താക്കി പടിയടച്ച് പിണ്ടം വെച്ച് ഒരുത്തനെ പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? യൂണിഫോം ഇല്ലാത്തൊരു പോലീസുകാരനെ സല്യൂട്ട് അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒന്നാമത്തെ കാര്യം, വൃത്തികെട്ടവന്റെ കാര്യം വിളിച്ചു പറയുന്നത് കർത്താവിന് ഒരിക്കലും ഇഷ്ടമല്ല. എന്തുകൊണ്ട്? നമ്മൾ കൂടി വരുമ്പോൾ, നമ്മുടെ ദൈവമക്കളും ദൈവദാസന്മാരും കൂടി വരുമ്പോൾ, ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിലുണ്ട്. അപ്പൊ നിങ്ങൾ യോഗം ആരംഭിച്ച നിമിഷം മുതൽ നിങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ അരുമനാഥനായ കർത്താവ് ഇപ്പൊ ലൈവായിട്ട് ബോഡി നമുക്ക് കാണാൻ പറ്റത്തില്ല, ആത്മാവിൽ നമ്മുടെ നടുവിൽ വന്ന് നിൽക്കുക. ലൈവായിട്ട് നമുക്ക് എപ്പം നമുക്ക് വീണ്ടെടുപ്പ് പ്രാപിക്കുന്നോ, വൈപ്പിനിന്ന് നീ എപ്പം പൊങ്ങുന്നോ ആ നിമിഷം മുതൽ ലൈവായിട്ട് നിന്നെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വിശ്വാസത്താൽ അവനെ അറിയുന്നു. അധികം താമസിയാതെ നമ്മൾ കാഴ്ചയിൽ കാണും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽക്കാലത്തെ വിവിധ വേദപുസ്തകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമാണ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കൂടെ കുറച്ചുകൂടെ ആരോഗ്യവും ദൈവശക്തിയും ദൈവം തന്നെന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളോട് സന്തോഷത്താൽ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന എന്നത്ര ആരോഗ്യവും വിട്ടിരിക്കുന്ന ഒരൊറ്റ വ്യക്തികൾക്ക് പോലും ഇല്ല. അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം. ദൈവത്തിന് സ്തോത്രം. കാലേബ് പറഞ്ഞു, അന്നത്തെ പോലെ നല്ല ആരോഗ്യവും ബലവും എനിക്ക് ഇന്നും ഉണ്ട്. കാരണം അവന്റെ കൈ കുരുത്തക്കൂടൊന്നും ഇല്ലായിരുന്നു. കാല് വാരുക, പാര വെക്കുക, അടിച്ചു മാറ്റുക, ദ്രവ്യാഗ്രഹം, ഇങ്ങനെ വൃത്തികെട്ട പരിപാടിയൊന്നും കാലേബിന്റെ കയ്യിലില്ലായിരുന്നു. പുള്ളിയുടെ ലക്ഷ്യം മുഴുവൻ ഖെബ്രോൻ മല കരസ്ഥമാക്കണം, ഖെബ്രോൻ മല കരസ്ഥമാക്കണം, ഖെബ്രോൻ മല കരസ്ഥമാക്കണമെന്നായിരുന്നു. ആ ആഗ്രഹം സാധിച്ചെന്നുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമാണ്. നല്ല ആഗ്രഹമായിരിക്കണം. എന്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കുന്നു പറഞ്ഞ് ചൊവ്വാഴ്ച രാത്രി ചന്ദ്രനിൽ പോകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ്ടല്ലോ, ചിലപ്പോൾ നീ തീരാൻ സാധ്യതയുണ്ട്. അതൊക്കെ അഹങ്കാരമാ കുഞ്ഞെ, അഹങ്കാരമാ. നീ ആയിരിക്കുന്നതായ സ്ഥാനത്ത് നിന്റെ കഴിവും പ്രാപ്തിക്കും ഒത്തവണ്ണം നാടിന്റെയും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും നടുവിൽ മാനിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ നീതിയാണ്. അതുകൊണ്ട് ഈ വേദപുസ്തകം എടുത്തവനാരും കുത്തുവാള എടുത്ത് ആ ഭിക്ഷക്കാരനായി നമ്മുടെ ആരുടെയും വീട്ടിൽ വരാഞ്ഞതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവന്ന് വയറു നിറച്ച് ശാപ്പാടും നല്ല വസ്ത്രവും നല്ലവരെ കുളിപ്പിച്ച് അവന് നല്ല അഭിഷേകം കൊടുത്ത് രക്ഷയുടെ സന്തോഷവും നൽകി അവനൊറ്റ സൗണ്ടിനു വേണ്ടി കാത്തിരിക്കുക, കാഹള ശബ്ദത്തിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രതിദിന ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഭക്ഷണം വേണം, പല ആവശ്യങ്ങൾ, കുടുംബത്തിനുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, എല്ലാ ആവശ്യങ്ങളും ഉണ്ട്. അതിന്റെ മേൽ നമ്മൾ ആകുല ചിന്തകളുമായി ചെല്ലരുത്. ചിന്തിക്കുന്ന ഒരു പരിപാടി നടക്കത്തില്ല. അതെല്ലാം കറക്റ്റ് ടൈമിന് ദൈവം തമ്പുരാൻ നടത്തിക്കോളും. പ്രൈസ് ദി ലോർഡ്. നിന്റെ വായിൽ നിന്ന് അങ്ങനെ വരാവൂ. ഞാൻ ഇന്നാൾ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും എല്ലാം താലൂക്ക് ആശുപത്രി സർജന്റെ മുമ്പിൽ ചെന്ന് പറയുന്ന പോലെ, സാറേ പിന്നെ ഞാനായിരുന്നു ഇപ്പൊ അതാ തുടങ്ങിയ വേദന, പിന്നെ ഇങ്ങോട്ട് തുടങ്ങി പറഞ്ഞ അവനാ കുന്തം വെച്ച് അവിടെ പരിശോധിച്ചു, ഇവിടെ ഉണ്ടോ? ഇല്ല, ഇപ്പൊ അവിടെ ഇല്ല, ഇപ്പൊ പറഞ്ഞ വശമായിട്ട് ഇപ്പൊ ഇവിടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ എങ്ങനെ പോണെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെയുള്ളപ്പോഴാ സാറിനെ കാണണമെന്ന്. ഇതുപോലെ ഒരു അവിഞ്ഞ സാക്ഷ്യം സഭയ്ക്കകത്ത് പറയുന്നു. ഈ വൃത്തികെട്ട പരിപാടി അവസാനിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ അനുഗ്രഹിക്കാനും നിങ്ങളെ ഉയർത്താനും രൂപാന്തരപ്പെടുത്താനും ഒക്കെ ദൈവം തമ്പുരാൻ ചില ചോദനകളും ചില പ്രയാസങ്ങളും ചില കഷ്ടങ്ങളും ഒക്കെ തരുന്നത് എന്തിനാണെന്നറിയാമോ? അത് സഭയ്ക്കകത്ത് കൊണ്ട് കുടഞ്ഞിടാനല്ല, അതവിടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടേക്കണം. പ്രൈസ് ദി ലോർഡ്. വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടേക്കണം. അതിനൊരു മറുപടി കിട്ടുമ്പോൾ ഡോർ തുറന്ന് അകത്തോട്ട് വന്നിട്ട് ഇവിടെ പ്രസ്താവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഫെബ്രുവരി 24 ഞാൻ വളരെയധികം കണ്ണുനീരും പ്രാർത്ഥനയുമായിട്ടായിരുന്നു. ഞാൻ അവരോടും പറഞ്ഞില്ല. എനിക്കൊരാളോട് സംസാരിക്കാനുണ്ടായിരുന്നത് എന്റെ കർത്താവിനോട് മാത്രമായിരുന്നു. ഞാൻ ആ കർത്താവിനോട് സംസാരിച്ചുകൊണ്ട്, ദൈവമേ എന്നെ ലജ്ജിപ്പിക്കരുത്, ഞാൻ നിന്ദിച്ചു പോകരുത്, ഈ നാട്ടുകാരോട് ദൈവം എന്നെ മാനിക്കണമേ, എന്റെ കയ്യിൽ ആശുപത്രി കൊടുക്കാൻ കാശില്ല, അങ്ങനെ സൗഖ്യമാക്കണമേ. പ്രിയപ്പെട്ടവരെ, ബുധനാഴ്ച രാവിലെ പ്രൈസ് ദി ലോർഡ് ഞാൻ ഉണർന്നു നോക്കിയപ്പോൾ ഞാൻ പതിവ് പോലല്ല, എനിക്ക് വ്യത്യസ്തമായ ഒരു വിടുതൽ എന്റെ ശരീരത്തിന്മേൽ കണ്ടു.
അത് പറയുമ്പോഴത്തേന് പാസ്റ്റർ ബിജുവും പാസ്റ്റർ ജോസിയും പ്രൈസലോ സൗമ്യയും ദൈവത്തിന് എല്ലാവരും കൂടെ ഇവിടെ ദൈവമക്കളും സെക്രട്ടറിയും വീഡിയോ പിടിക്കുന്നവനും മൈക്കുകാരനും ഉൾപ്പെടെ ഹല്ലേലൂയ സ്വോത്രം സ്വോത്രം. നേരത്തെ വന്ന് ഇത് പറഞ്ഞല്ലോ, എന്നാ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, അവന് എഴുതേണ്ടപ്പോ തലകുത്തി വീഴുവല്ലോ അറിഞ്ഞതാണ്. പടിച്ചട്ടി ചവിട്ടിയപ്പോൾ ഇത്രയും നീളത്തിലൊരു മുട്ടം പാമ്പ്, ഞാനതൊക്കെ ചവിട്ടിയെങ്കിൽ അതിനെ കൊത്തുമായിരുന്നു, ഞാൻ ചത്തുപോയായിരുന്നു. സ്വോത്രം. രാവിലെ എഴുന്നേറ്റപ്പോ കട്ടളപ്പടിയിൽ അങ്ങോട്ട് ഒരു പൊളവം കിടക്കുന്നുണ്ട്, അതിന്റെ പേരിലായി ഈ വിഷയങ്ങൾ കൂടി ഉണ്ടാക്കിയത്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം കേട്ടോണ്ട് സഭയ്ക്കാതിരിക്കുന്ന വിശ്വാസികളും മറ്റുള്ളവരും പാസ്റ്ററും എല്ലാം കൂടെ ദൈവനാമം മഹത്വപ്പെടത്തില്ല. സ്വോത്രം. ദുഃഖിക്കുന്ന സ്ഥലമല്ല, ഇത് ആനന്ദിക്കുന്ന സന്തോഷമാണ്. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷങ്ങൾ നീതിമാന്മാരുടെ കൂടാരത്തിലുണ്ട്. എനിക്കും നിങ്ങൾക്കും പലവധി പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ സ്വാഗതം ചെയ്യണം, വരാൻ പറയണം. അത് വന്നെങ്കിലേ നമുക്ക് ദൈവമഹത്വം വെളിപ്പെടുത്തുള്ളൂ. പ്രൈസലോ. പ്രതികൂലങ്ങള്, ഞെരുക്കങ്ങള്, കഷ്ടങ്ങള്, ഒറ്റപ്പെടൽ. പൗലോസ് പറയുന്നതിന് ഒന്നുകൂടി 5 വട്ടവടി, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ളന്മാരുടെ ആപത്ത്, പട്ടിണി, ഞെരുക്കം, പൈതാഹം, ബുദ്ധിമുട്ട്, ഒറ്റപ്പെടൽ, അപകടം, നാട്ടുകാരുടെ തെറി, ഇത് ഉരുണ്ടു വീഴാ ഊവ് എന്ന് പറഞ്ഞവനൊക്കെ എവിടെ പോയി? പ്രൈസലോ. നമ്മളെ എത്രത്തോളം പുച്ഛിക്കുന്നു, എത്രത്തോളം അപമാനിക്കുന്നു, എത്രത്തോളം നിന്ദിക്കുന്നു. കണ്ടോ, യേശുവിന്റെ രോമം പിടിച്ചെടുത്ത് കാരണക്കുട്ടുക്ക് അടിച്ചു, അവന്റെ മുഖത്ത് തൂപ്പി. പ്രൈസലോ. യഹൂദന്മാരുടെ രാജാവേ എന്ന് പറഞ്ഞ മുൾക്കിരീടം അടിച്ചിറക്കി. അന്നേരം എല്ലാം മിണ്ടാതെ നിൽക്കുക. പ്രൈസലോ. സ്വോത്രം. ഈ മുൾക്കിരീടം അടിച്ചവന്റെ ചോറ് തന്നാച്ച് അവനിട്ട് ഈ പണിയല്ല കാണിച്ചത് മുഴുവൻ. പറഞ്ഞു മനസ്സിലായോ? സ്വോത്രം. അതിന്റെ ശിക്ഷ അവരനുഭവിച്ചു. വേറെ കാര്യം, ഇന്ന് നമ്മൾ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ എന്തെങ്കിലും പ്രാപിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ശ്വാസം വിടുന്നുണ്ടെങ്കിൽ, ആ മുൾക്കിരീടം വെച്ചവന്റെ കൃപയും ശക്തിയും മാത്രമാണ്. അവനില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഈ ലോകത്തിന്റെ പ്രഭു എന്റെയും നിന്നെയും ഭിച്ചിച്ചേന്തി തകർത്ത് തരിപ്പണമായി നമ്മളൊക്കെയും സ്വന്തങ്ങളും ബന്ധങ്ങളും വിട്ട് പോകുമായിരുന്നു. ഇതുവരെയും നടത്തിയത് ദൈവത്തിന്റെ വലിയ കൃപയാണ്. ഒരു വേദവാക്യം നമുക്ക് ഇവിടെ ഇരുന്നപ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് വന്നതായ തിരുവെഴുത്താണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം എടുത്താട്ട്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ 2-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യങ്ങളിലോട്ട് 25, 26, 28 വരെയുള്ള വേദവാക്യങ്ങൾ. അപ്പോസ്തലപ്രവൃത്തി 2-ന്റെ 25 മുതൽ 28 വരെയുള്ള വേദവാക്യം വായിക്കാം. കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്ത് ഇരിക്കാൻ ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് ആനന്ദിച്ചു, എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും. ഞാൻ എന്റെ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അത് ഇച്ചിരി എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് കണ്ടെന്ന് പറയാം, ഇല്ലെന്ന് പറയാം. പ്രൈസ് ദി ലോർഡ്. കർത്താവുമായിട്ടുള്ള ഓർമ്മയിൽ ജീവിക്കുന്നവരുണ്ട്, കർത്താവിനെ ഭാഗികമായി ചിന്തിച്ച് നടക്കുന്നവരുണ്ട്. ഇവിടെ ഈ പറയുന്ന വ്യക്തി, ഞാൻ എന്റെ കർത്താവിനെ എപ്പോഴും എന്റെ ഫ്രണ്ടിൽ കണ്ടിരിക്കുന്നു, അവൻ എന്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ലെന്നുള്ളതാണ്. അപ്പൊ ഈ കുലുക്കം കൂടുന്നതിന്റെ ഒന്നാമത്തെ കാര്യം ആള് വലതുഭാഗത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. മാനസികമായി കുലുക്കം, എന്തെങ്കിലും പറഞ്ഞ ഉടനെ കേൾക്കാം, ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നവരുള്ള വർത്താനങ്ങള്. അച്ചായൻ പറഞ്ഞപ്പോ മൂക്ക് കുഴപ്പം, ഭർത്താവ് പറഞ്ഞപ്പോ ഭാര്യയ്ക്ക് വേദന, ഭാര്യ പറഞ്ഞപ്പോ ഭർത്താവിന് വേദന, നാട്ടുകാർ പറഞ്ഞപ്പോ ഉപദേശിക്ക് വേദന, സാത്താൻ പറഞ്ഞപ്പോൾ തന്നെ അഭിഷേകമില്ലാത്തവന് വേദന. ഇതൊക്കെ തോന്നുന്ന കാര്യം എന്നതാ വലതുഭാഗത്ത് ആളില്ലാഞ്ഞതുകൊണ്ടാ. വലതുഭാഗത്ത് ഞാൻ പച്ചപ്പാതിരാത്രിക്ക് ആൾക്കാരില്ലാത്തൊരു വിജനമായ വനത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഒറ്റയ്ക്ക് നടന്നു, കൂരിരുട്ടി, ചീവീടിന്റെ ശബ്ദം, സിംഹത്തിന്റെ അലർച്ചയൊക്കെയാ. പ്രൈസലോ. എനിക്ക് അന്നേരത്തെ അന്തരീക്ഷം കാണുമ്പോൾ ഒരു ഭീതി പോലെ തോന്നും. പ്രൈസലോ. പാസ്റ്റർ ബിജു എന്നോട് കൂടെ സഞ്ചരിച്ചു, ഞങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ചാണെങ്കിൽ പ്രൈസലോ, പാസ്റ്റർ ഇത് ഭയങ്കര സംഭവമല്ലോ, ഭയങ്കര കൂരിട്ടാണല്ലോ ഇവിടെ. പ്രൈസലോ. ഇതിന് സിംഹം പുലി ആനയൊക്കെ ഉണ്ട്, നമുക്ക് മുമ്പോട്ട് പോവാം. അങ്ങനെ പറയാനൊരു ശബ്ദമുള്ളപ്പോഴത്തേനാണ് നമുക്ക് കൂടുതൽ എനർജി, സൗകര്യം ഉണ്ടാകുന്നത്. ദൈവശബ്ദം നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. അതാണ് ആത്മാവിന്റെ ദൂതുകൾ നിന്റെ ഹൃദയത്തെ സ്പർശിച്ച് നിന്നെ ബലപ്പെടുത്തും, നിന്നെ ധൈര്യശാലിയാക്കി മാറ്റും, നിന്നെ ശക്തനാക്കി മാറ്റും. ദൈവത്തിന് സ്തോത്രം. അറ്റാക്കും ഷോക്കും കോച്ചും കൊളുത്തും അതുപോലെ തന്നെ ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നീ മുട്ടിപ്പായി പ്രാർത്ഥിക്കും, എന്റെ സ്റ്റീൽ ബോഡിയിലേക്ക് അങ്ങയുടെ മൃദുലകരം നീട്ടണമേ. സ്തോത്രം. ക്ലിക്കുന്നൊരു ശബ്ദം കേൾക്കാൻ അത്ഭുത വിടുതലും കാണാം. പ്രൈസലോ. ഇല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് പട്ടി പോകുന്ന പോലെ തോന്നുന്നു, ഞാൻ എപ്പോഴും ചത്തുപോകുന്ന അറിയത്തില്ല, ലിസിക്ക് അറിയില്ലല്ലോ, അവിടെ കല്യാണം കഴിഞ്ഞില്ലല്ലോ, എന്റെ കുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞ. നാണം കേട്ട പ്രാർത്ഥന പ്രാർത്ഥിക്കരുത്. ദൈവത്തിന് സ്തോത്രം. മക്കളെ, കൊച്ചുമക്കളെ നീ കാണും. പ്രൈസ് ദി ലോർഡ്. എന്റെ രക്ഷയുടെ സന്തോഷം ഞാൻ നിനക്ക് നൽകും. ദൈവത്തിന് ദീർഘായുസ് കൊണ്ട് ഞാൻ നിർത്തി വരുത്തും. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ 48 പൈപ്പിനിലെ ശവപ്പെട്ടി നിന്റെ വീട്ടിലേക്ക് 108 വരത്തില്ല. അത് നേരെ അപ്പുറത്തെ വീട്ടിലേക്ക് പോകുമ്പോൾ നിന്റെ വീട്ടിൽ പാട്ടുപാടി ആത്മാവിന്റെ ആരാധന വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. അതാണ് ധൈര്യം. യഹോവയിൽ ആശ്രയിച്ച് നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് ധൈര്യപ്പെട്ടിരിക്കട്ടെ. ദേശത്ത് വാർത്ത് വിശ്വസ്തത ആചരിക്കുക. യഹോവയുടെ സഹിതം തന്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ കയറും?
പിന്മാറ്റക്കാരൻ കയറുവോ? കാലുവാരുന്നവൻ കയറുവോ? ദ്രവ്യാഗ്രഹി കയറുവോ? ഉപവസിക്കാത്തവൻ കയറുവോ? ദൈവത്തെ സ്നേഹിക്കാത്തവൻ കയറുവോ? അവരൊന്നും കയറത്തില്ല. അവരെല്ലാവരും നാശത്തിന്റെ കുഴിയിലേക്ക് നീ അവരെ ഇറക്കും. സ്തോത്രം. നീ ഇറങ്ങിപ്പോയതാ, പകുതിക്കിലേട്ടൻ ചെന്നതാ, അവിടെ ദൈവത്തെ പിടിച്ച് കൂട്ടിച്ചോണ്ട് വന്നതാ. അപ്പോൾ നീ അടഞ്ഞു പിന്മാറി. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ നിനക്കെതിരെ ചൂടായി. കുഞ്ഞാട്ടികളെ നിങ്ങൾ പോകരുത്, ശത്രുവായവൻ പലപ്പോഴും നിങ്ങളെ പിടിച്ച് ഒരു കൂട്ടം പെന്തക്കോസുകാരുടെ ഗ്രൂപ്പുകളൊക്കെ നിങ്ങളെ ശത്രുവായവൻ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഇട്ടയ്ക്കകത്തുള്ള പക വിട്ട് നിങ്ങൾ പോകരുതെന്ന് പറയും. ഇട്ട പക വിട്ട് പോരുത്. സ്തോത്രം. നിന്റെ കണ്ണ് യഹോവ തുറന്നു. പ്രൈസ് കർത്താവ്. ഈ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട മാർപ്പാപ്പ ഒരു പ്രസ്താവന അടിച്ചിറങ്ങി. മാതാവ് ദൈവമല്ല, മാതാവിനോട് പ്രാർത്ഥിക്കരുത്, യേശുവാ നമുക്ക് വേണ്ടി മരിച്ചത്. എന്റെ ഭാഷയെ പറഞ്ഞാൽ ഒരു പൊറോട്ട കൊണ്ട് 2 പേർക്ക് പോലും കൊടുക്കാൻ ആ തള്ളയ്ക്ക് സാധിച്ചില്ല. പക്ഷെ യേശു 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. പല പേരിലാ സെന്റ് മേരി കേരളത്തിലും വിദേശത്തും ഇന്റർനാഷണൽ ആയിട്ട് അറിയുന്നത്. കൊരട്ടിമുത്തി, ചീങ്കണ്ണി മറിയ, വേളാങ്കണ്ണി മാതാവ്, തിരുനെൽവേലി പുഷ്പ, ആലപ്പുഴ കൃപാസന അമ്മ, പ്രൈസലോ ഇന്ന് പറഞ്ഞു പറവൂർ ഭരതൻ, അടൂർ പൊന്നമ്മ, കവിയൂർ പൊന്നമ്മ എന്നൊക്കെ പറഞ്ഞവരുള്ളതേ ഉള്ളൂ. ഇവന്റെയൊക്കെ ഉച്ചയ്ക്കകത്ത് എന്നതാ കുത്തിക്കേറ്റിരിക്കുന്നത്. പ്രൈസലോ സ്വോത്രം. ഇവന്മാരൊക്കെ ആചാര്യെ കണ്ടുപിടിക്കട്ടെ. നിന്റെ അച്ഛനും നിന്റെ മെത്രാനും നിന്റെ തിരുമേനിക്കും പ്രൈസലോ നിന്റെ മാർപ്പാപ്പയും ഉൾപ്പെടെ യേശുക്രിസ്തു, മറിയ, ഈ കൊരട്ടിമുത്തി, ചീങ്കണ്ണി മറിയ, വേളാങ്കണ്ണി മാതാവേ, മീകാവേ, മോശ, പ്രൈസലോ കുന്തം കൊണ്ട് കുന്തം പിടിച്ചോണ്ടൊരു സാധനം കുതിരപ്പുറത്തിരിക്കുന്ന ഒരുത്തനുണ്ട്. അവന്റെ പുള്ളിയുടെ പേരാ ഗീവർഗീസ് പുണ്യാളച്ചൻ. ദൈവത്തിന് സ്വോത്രം. മുറുക്കമ്പാമനെ കുത്തിക്കൊണ്ടിരിക്കുന്ന രംഗം. പിന്നെ എങ്ങാണ്ട് കപ്പളത്തിൽ ഒരുത്തനെ കെട്ടിയിട്ട് തോർത്തൊടുത്തോണ്ട് അവന് നേരെ അമ്പ് കൊണ്ടായിരുന്നു. ഇതിന് ഈ കുന്തമൊക്കെ ആരുണ്ടാക്കി കൊടുത്തതാ? ഞങ്ങളുടെ വീട്ടുകാരുണ്ടാക്കി കൊടുത്തതാണ്. എന്റെ അപ്പന്മാരുണ്ടാക്കി കൊടുത്ത സാധനമാണ്. ഒരു ദിവസം രാവിലെ പ്രൈസുള്ള കുരിശുമൊക്കെ കഴുത്തിലിട്ട് വന്ന് പറഞ്ഞു, ഞങ്ങളുടെ ആശാരിയെ ഒന്ന് കാണാൻ വന്നതാണ്. അയ്യോ എന്താ പറഞ്ഞോളൂ. ഞങ്ങളൊരു പുതിയ പള്ളി ഇവിടെ പിണയുകയാണ്. ഞങ്ങൾക്ക് 2 യേശു. യേശു എത്ര വേണം കപ്പിയാരെ? 3 യേശു ആയിക്കോട്ടെ. 3 യേശു, 6 മറിയ, 2 ഗീവർഗീസ് പുണ്യാളച്ചൻ. 2 എണ്ണം ഞങ്ങൾ ചന്തയിൽ ഒരെണ്ണം പള്ളിക്കകത്തും പിന്നെ ചെറുതൊരെണ്ണം സ്മോള് വേണം എന്റെ ദേഹത്ത് കെട്ടി തൂക്കാനായിട്ടാ ഉണ്ടാക്കി തരണം. ഞങ്ങൾ 17-ാം തീയതിയുടെ പണി തീർത്തു തരാമോ? അയ്യോ ഞങ്ങൾക്ക് കുറച്ച് കട്ടിലിന്റെയും അലമാരിയുടെയും പണിയൊക്കെ തീരാനുണ്ട്. അപ്പൊ അതുകൊണ്ട് അടുത്ത മാസം 10-ാം തീയതി മതി, തന്നേച്ചാൽ മതി. അഡ്വാൻസും എല്ലാം വേണോ? എന്തെങ്കിലും വെച്ചാൽ 2000 രൂപ ഇപ്പോഴുണ്ട്, ബാക്കി പിന്നെ തരാമെന്ന് പറഞ്ഞു. പ്രൈസലോ. അവർ ആ ഡേറ്റ് വന്ന് സാധനം കയറ്റിക്കൊണ്ട് മെട്രോട് വാനെ കൊണ്ടുപോകും. ഇവനെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ വെച്ച് തൊമ്മൻ പറക്കോട്ട് 3-4-6-7 വാണോ 3-4 വെട്ടിക്കോട്ടും 5-6 ഓലപ്പുടക്കം എല്ലാം കത്തിച്ചുണ്ടല്ലോ. ഈ പാവം പിടിച്ച് ജനമെല്ലാം ഇത് കണ്ണും പടച്ച് വിശ്വസിച്ചു. അപ്പന്ന് പുറകെ ചെല്ലും. പ്രൈസലോ. പിന്നെ അങ്ങ് ഒഴുക. ചെക്കായി, പണമായി, ഡോളറായി, സ്ഥലമായി, വീടായി, കൊല്ലുകൾ ചെല്ലുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്വത്രം. എന്നാൽ യഹോവയായ ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. പ്രൈസലോ. ഇന്ന് പൽക്കാലം ആത്മാവാൻ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അസ്തുരാജന സന്തൽ ഗമനഘടകസ്യ പൗരോഹിത്യത്തെ പൊളിച്ചടക്കി മഹാപുരോഹിതനായ യേശു കർത്താവ് രാജാവായി വരും. അതിനാണ് പെന്തക്കോസുകാരെ ഒറ്റ ഒരെണ്ണം പോകത്തില്ല. പെന്തക്കോസിന്റെ അനുഭവം പ്രാപിച്ച് ദൈവമക്കൾ തൂത്തുവാരി പോകും. പ്രൈസലോ. രക്ഷാക്കപ്പെട്ടവര്, സ്ഥാനപ്പെട്ടവർ, അഭിഷേകം പ്രാപിച്ചവര്, ദൈവകൃപ പ്രാപിച്ചവര്, അവരെല്ലാം കാഹളം കേൾക്കുമ്പോൾ അവരായിരിക്കുന്ന കൂടാരത്തിൽ നിന്നും, ഓട്ടോയിൽ നിന്നും, ബസ്സിൽ നിന്നും, ട്രെയിനിൽ നിന്നും, ഫ്ളാറ്റിൽ നിന്നും, അവരായിരിക്കുന്ന എയർ ഇന്ത്യയിൽ നിന്നും, ലുഫ്താൻസായിൽ നിന്നും, ഇന്ത്യൻ എയർലൈൻസും അമേരിക്കൻ ഫ്ലൈറ്റിൽ നിന്നും എല്ലാം രൂപാന്തരം പ്രാപിച്ചവർ ഉയരങ്ങളിലേക്ക് പോകും. അവരവരുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും നിത്യതയോടെ ചേർത്തുകൊള്ളുന്ന ഒരു ഗ്രൗണ്ടുണ്ട്, സന്നിധാനമുണ്ട്. സ്വത്രം. ഹല്ലേലൂയ. അപ്പൊ രക്ഷിക്കപ്പെട്ടൊരു ദൈവഭക്തന്റെ മുഖത്ത് നോക്കിയാൽ എന്തുണ്ടായിരിക്കും? ഒരു തേജസ് ഉണ്ടായിരിക്കും, സന്തോഷമുണ്ടായിരിക്കും. ഏത് പാതിരാത്രി വിളിച്ചെന്ന് പറഞ്ഞാലും പ്രൈസ് കുറിയാക്കോസ് പാർഷനെ എന്തോ പ്രൈസ് പാർഷന് ഇറങ്ങി വരുമ്പോഴത്തേന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളും മുഖം എല്ലാം ചളങ്ങി ശത്രുവായവന്റെ പോരാട്ടമായിട്ടല്ല പറഞ്ഞ വളരെ ഒരു പുഞ്ചിരിയോടുകൂടെ, ഒരു കോൾഗേറ്റ് ചിരിയോടുകൂടെ, പഴയ ലെക്സിന്റെ പുറത്തൊരു കോമാളി പെണ്ണ് ചിരിച്ചിരിക്കുന്ന പോലെ ഒരു ചിരിയോടുകൂടെ. എന്താ മാത്തുക്കുട്ടി? പ്രൈസലോ. അച്ചായ നാളെ രാവിലെ കുഞ്ഞുമോള് കുവൈറ്റിലേക്ക് പോവുക, ഒന്ന് പ്രാർത്ഥിച്ചു വിടണം. ഓക്കെ വരാമല്ലോ, എപ്പോഴത്തേന് വരണം? പ്രൈസലോ. 10 മണിയാകുമ്പോൾ വന്നേക്കാം കേട്ടോ. സ്തോത്രം. പ്രാർത്ഥിക്കാം. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഉണ്ടോ? യഹോഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഞാൻ എന്റെ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് കുലുങ്ങി. നിന്റെ റൈറ്റ് ഭാഗത്ത് അവൻ ഉണ്ടായിരിക്കണം. അത് നിന്റെ പ്രതിസന്ധി, പ്രശ്നങ്ങളെ, ഈ ലോകത്തിൽ വരുവാനുള്ള അനർത്ഥങ്ങളിലെല്ലാം നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. എന്നാൽ അതിൽ നല്ല യഹോവ അവനെ വിടിക്കുന്നു. ഏതഹോവയാ വിടിവിക്കുന്നത്? ഈ റൈറ്റ് നടക്കുന്നവനാണ് നിന്നെ വിടിവിക്കുന്നത്. പ്രൈസലോ. ഇങ്ങനെ അരുളി ചെയ്ത ശേഷം കർത്താവായ യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അവൻ പിതാവിന്റെ വലതുഭാഗത്ത് അവിടെ ഇരുന്നു. അങ്ങനെ ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ കർത്താവിനെ ചേർക്കാനാണ് ഈ ഇരിക്കുന്ന ജനത്തെ ചേർക്കാനായിട്ട് ചോദിച്ചു വരുന്നത്. ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് മിക്കവാറും പോകുന്ന ലക്ഷണമില്ല. നിന്നെ ഇവിടെ നിന്നാലും വരാല് കൊത്തിപ്പറിച്ച് തന്നത്തേ ഉള്ളൂ.
കാരണം പൊങ്ങി മേലോട്ട് പോക ദൈവമക്കളുടെ കൂടെ അങ്ങോട്ട് പൊങ്ങി കണ്ടൽക്കാടുകളും ഇതെല്ലാം കഴിഞ്ഞ് മൊബൈൽ ടവറും എല്ലാം കഴിഞ്ഞ് കൊച്ചി എയർപോർട്ടും എല്ലാം കഴിഞ്ഞ് മുകളിൽ പൊങ്ങിയിട്ട് ചെന്നപ്പോഴുണ്ടല്ലോ ശക്തി തീർന്നു പോയി. അതുപോലെ തന്നെ സാധനം മേലോട്ടേക്ക് പോകുന്നു. എന്നാൽ ശക്തിപ്പെട്ട ജനം പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ ആത്മവിശുദ്ധിയോടുകൂടെ തേജസ്സോടുകൂടെ വചനത്തിൽ നിന്ന ജനം അന്നേരം ഒരു സൂര്യചന്ദ്ര നക്ഷത്രാദികൾക്കപ്പുറേക്ക് കണ്ണുമയ്ക്കുന്നതിനിടയിൽ പോകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എന്റെ കല്യാണം നടന്നില്ലല്ലോ, പ്രൈസ് ദി ലോർഡ്, എനിക്കിതൊരു വീടുണ്ടായിട്ടില്ലല്ലോ, എന്റെ ബാങ്കിലെ ബാലൻസ് തീർന്നല്ലോ, ATM അടിച്ചാൽ അതിൻ്റെ അകത്ത് നിന്ന് കടലാസ് മാത്രമേ ഉള്ളൂ, അര എണ ഇറങ്ങി വരുന്നില്ല എന്നൊന്നും ചിന്തിക്കേണ്ട. അതൊക്കെ നടക്കേണ്ട സമയത്ത് വയറ്റിലോട്ട് പോകാനുള്ളത് വയറ്റിലോട്ട് നിനക്ക് തരും. ദൈവത്തിന് സ്വതന്ത്രം. പോക്കറ്റിലോട്ട് തരാനുള്ള പോക്കറ്റിലോട്ട് തരും. നിന്റെ വീട്ടിൽ വരാനുള്ള സമയത്ത് വീട്ടിൽ വരും. വീട്ടിൽ നിന്ന് പോകാനുള്ളത് വീട്ടിൽ പോകും. സെമിത്തേരിയിലോട്ട് പോകാനുള്ളൊരു സമയമാകും പോകും. പ്രൈസ് ദി ലോർഡ്. ആരും ഭാരപ്പെടേണ്ട, ധൈര്യത്തോടെ ഇരിക്കുക. യഹോവയിൽ ആശ്രയിച്ച് നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. സ്വതന്ത്രം. 7 ദിവസം ഞാൻ ഒരു ദിവസം ഈ തിരുവല്ലായിൽ വലിയ ഉണർവയോഗം നടത്തി. 16 പേരെ മനക്കിച്ചിറ സ്നാനപ്പെടുത്തി. മനക്കിച്ചിറ. അപ്പം ഞാനും ആശാരി ഉപദേശം കൂടെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. അപ്പൊ അവര് പുള്ളി നേരത്തെ യോഗം കഴിഞ്ഞ് അവിടെ നിന്നെല്ലാം അങ്ങ് പോയി. അത് കഴിഞ്ഞൊരു 14 വർഷം കഴിഞ്ഞാണ് ഞാൻ ആ സ്ഥലത്ത് ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ ശേഷം യോഗം നടത്തിയാണ് ഇത്രയും ആൾക്കാർ രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അവരെല്ലാം സ്നാനം കഴിച്ചു വന്ന് അതിന്റെ ഒരു പാസ്റ്ററാണ് പാസ്റ്റർ സാബു ജോൺ. അതായത് എറണാകുളത്തെ ഏറ്റവും വലിയ ചർച്ചാണ് ഹെബ്രോൺ IPC ചർച്ച്. ആ സെന്ററിന്റെ സെക്രട്ടറി ആയിരുന്നു അന്ന് ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ട സാബു ജോൺ. അവനൊരു പ്ലാവിന്റെ ഓടില് വീഡിയോ ഒക്കെ വലിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ റോഡിൽ കൂടെ നടന്നുപോയി. ഞാൻ പറഞ്ഞു, യേശു നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞു. ഞങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നത്, ഞങ്ങൾ CSIക്കാരാന്ന് പറഞ്ഞു. എന്നാ പിന്നെ നമുക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. പോയി ഫിലിത്തന്നെ ദൈവം വിട്ടു. എന്നിട്ട് അവനോട് പറയാൻ പറഞ്ഞു ഒരു അടയാളം. അവന്റെ വീട്ടിലിരിക്കുന്ന മേശയ്ക്കകത്തിരുന്ന കേടായിരുന്ന ഹെൻറി സാന്റോസിന്റെ വാച്ചിരിപ്പില്ലെന്ന് ചോദിച്ചു. അവനൊന്ന് ഞെട്ടി. നിന്റെ ഓടാതിരിക്കുന്ന ഒരു സൈക്കിൾ നിന്റെ ഓലപ്പനയുടെ സൈഡിൽ ഇരിപ്പില്ലെന്ന് ചോദിച്ചു. അതാണ് ഒരു സംഗതി. ഞാൻ പറഞ്ഞതിന്റെ കാര്യം ചോദിച്ചാൽ, നമ്മളൊക്കെ ഇന്നിടുന്ന സാഹചര്യത്തിൽ ഞാനാണ് റെയിൽവേ പാളത്തിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ മംഗലാപുരത്ത് ദൈവം എന്നെ പിടിച്ചോണ്ട് വന്നതാണ്. മിസ്റ്റർ ഗോപിനാഥൻ ബാ, നിനക്ക് ഒരു ശുശ്രൂഷ ഉണ്ടെന്ന് പറഞ്ഞു. യേശുവെ വിളിക്കുന്ന എനിക്ക് അറിയത്തില്ലായിരുന്നു. അരുമനാഥനെ കണ്ടുമുട്ടി ഹൃദയത്തിലേക്ക് വന്നു. ഒരു പുതിയ ഹൃദയം വെച്ച് പിടിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ 41ാമത്തെ വർഷമായിട്ട് ദൈവത്തിന് സ്തോത്രം. 16 വയസ്സുള്ള ഷിബുവിനെക്കാട്ടിലും വളരെ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവം വരാൻ നിർത്തിയിരിക്കുന്നു. കർത്താവ് യാതൊരു അസുഖവും ഇല്ല. ദൈവത്തിന് പ്രായിനെ ഒട്ടുമേ പേടിയില്ല. ദൈവത്തിന് സ്വതന്ത്രം. എനിക്ക് ആകപ്പാടെ പേടിയുണ്ടെങ്കിൽ എന്റെ കർത്താവിനെ മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പേടിയാ എനിക്ക്. ദൈവത്തിന് കർത്താവ് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ, എന്തെങ്കിലും പ്രയാസം ഉണ്ടായി, ഇതൊക്കെ ഞാൻ രാവിലെ ശോധന ചെയ്യും. ദൈവത്തിന് സ്വതന്ത്രം. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ദിവസവും നമ്മൾ കർത്താവിനോട് കൂടുതൽ അടുത്തിരിക്കണം. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. ചില പുള്ളികൾ ഞായറാഴ്ച വന്ന് 10 തൊട്ട് 1 മണി ന്യൂട്രൽ ബോക്സിന്റെ പറ്റിയിരുന്ന വെച്ച് പിന്നെ വെള്ളിയാഴ്ച പിറ്റേ ദിവസം മുതൽ അവർ തോന്നുന്നിടത്തെല്ലാം പോയി പറ്റിയിരിക്കുക. ചിരിക്കരുത്. ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നീ ഒറ്റയ്ക്കല്ല പോകുന്നത്. കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിന്നോട് കൂടെയുണ്ട്. കാരണം സഞ്ചരിക്കുന്ന ദൈവമാ, കൂടെ ഇരിക്കുന്ന ദൈവമാ, വഴികാട്ടി കാണിക്കുന്ന ദൈവമാ, നിന്നോട് സംസാരിക്കുന്ന ദൈവമാ, കുരുക്കിൽ നിന്നെ വിടുവിക്കുന്ന ദൈവമാ. സ്തോത്രം. കാണുന്നവരോടുമ്പോ സാമ്പത്തികമായി ഞെരുക്കമുണ്ടാകുമ്പോഴത്താണ് തലപുകഞ്ഞ് ആലോചിക്കും, ആയപ്പെട്ട് ഒന്ന് തിരിച്ചു മറിക്കാൻ പറ്റുന്നത് ഫെർണാണ്ടസിനോട് മേടിച്ച് മാർട്ടിന് കൊടുത്താൽ, മറ്റെപ്പോഴേ കൊടുത്താൽ അണ്ണാച്ചി തമിഴ്നാട്ടിൽ നിന്ന് അണ്ണാച്ചി വരുമായിരുന്നു 10 രൂപ വെച്ച് എടുക്കാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് വേണ്ട, നമുക്ക് മത്തായിച്ചനോട് ചോദിക്കാം. മത്തായിച്ചനോട് ഒരു 50,000 ചോദിച്ചു. മത്തായിച്ച, ഞാൻ രാവിലെ മത്തായിച്ചനെ കാണാൻ വന്നതാ. എന്നാ മോനെ ആ 50,000 രൂപ ആവശ്യമുണ്ട്. ഓ എടാ ടൈറ്റ് ആണ്. അയ്യോ അങ്ങനെ പറയരുത്, അത്യാവശ്യമായിട്ട് വേണം. തരാം, പക്ഷെ എടാ ബുധനാഴ്ച എനിക്ക് ബാങ്കിൽ അടയ്ക്കാനുള്ള കാശാ, നീ കൊണ്ട് തരാൻ വെച്ചായ എന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ 50,000 രൂപ അടിച്ച് ഇവൻ അടിച്ചു പൊളിച്ച് ആ കാശ് അങ്ങ് തീർത്തു. അപ്പം ബാങ്കിൽ അടയ്ക്കാനുള്ള കാശ് ആയിക്കൊണ്ട് കൊടുക്കേണ്ടതാ. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേന് ഓർത്തോടാ, നീ പുള്ളിക്കാരൻ വ്യാഴാഴ്ച കൊടുത്ത പുള്ളി പറഞ്ഞ സമയത്ത് നീ കൊണ്ട് തരുവാണെങ്കിൽ എപ്പം ചോദിച്ചാലും നിനക്ക് ഞാൻ വായ്പ തരാമെന്നൊരു വാക്കൂടെ പുള്ളിയുടെ വായിന്ന് വന്നു. അപ്പൊ അതുകൊണ്ട് ഈ 50,000 മേടിച്ച് പുള്ളി അങ്ങ് ചെലവാക്കി. മേടിച്ചവൻ എന്നാ എടുത്തു, സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല. പുള്ളി എന്നെ അടുത്ത് ആ ഇടവക തന്നെ തോമാച്ചാനെ കണ്ടുമുട്ടി. ഓട്ടോറിക്ഷ സ്റ്റാൻഡ് വെച്ച്, അച്ഛാ എങ്ങോട്ട് പോകുന്നു? എടാ ഞാൻ പാലാരി വട്ടം വരെ പോവുക. അച്ഛാ ഒരു 50,000 രൂപ എനിക്ക് വേണം, ഞാൻ അടുത്ത തിങ്കളാഴ്ച കൊണ്ട് തരാമെന്ന് പറഞ്ഞു. എടാ ഇത് വേറെ ആവശ്യത്തിന് വെച്ചിരിക്കുന്ന കാശാ, കൊച്ചും പിന്നാടുത്ത് നേഴ്സിങ്ങിന് പോവുക. ഇല്ല തിങ്കളാഴ്ച കൊണ്ട് തന്നേക്കാം. ശരി ആയിക്കോട്ടെ. ഉടനെ ആ കാശ് മേടിച്ചു. ആ കാശ് കൊണ്ട് ഓടി ഇവൻ അണച്ചു. മത്തായിച്ചന്റെ അടുത്ത് കൊണ്ട് കൊടുത്തു. റീസോളോ മത്തായിച്ച, ഞാൻ കറക്റ്റായിട്ട് ഡേറ്റ് പാലിച്ചില്ലേ, ഞാൻ പറഞ്ഞ സമയത്തിന് കൊണ്ട് തന്നില്ലേ? എടാ നീ നല്ല
പയ്യാണ്, എനിക്കറിയാം നീ മേടിച്ചാൽ കൊടുക്കുന്നവനാ തക്ക സമയത്ത് കൊണ്ട് തരുമെന്ന് എനിക്കറിയാം. സന്തോഷം, പ്രൈസലോ. അന്നേരം പറഞ്ഞു, നീ ഇങ്ങനെ കറക്റ്റ് കൊണ്ട് കൊണ്ട് തരുവാണെങ്കിൽ എപ്പം ചോദിച്ചാലും ചെന്നേക്ക് ഞാൻ തരുമെന്ന് പറഞ്ഞു. ഇതേ വാക്ക് തന്നെയാണ് മിസ്റ്റർ തോമസ് കുട്ടിയും പറഞ്ഞത്. കാശ് തരാം, കറക്റ്റ് ടൈമിന് കൊണ്ട് തരുവാണെങ്കിൽ നീ എപ്പം ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ 50 മാസത്തിൽ 50,000 രൂപ വെച്ച് 7-8 പ്രാവശ്യം ഇവിടുന്ന് മേടിച്ച് അവിടെ കൊടുക്കുന്നു, അവിടുന്ന് മേടിച്ച് ഇവിടെ കൊടുക്കുന്നു. ഈ കൊടുപ്പേം കളിക്കുക. പുള്ളി ആദ്യത്തെ 50 എടുത്ത് ഇവനങ്ങ് തീർത്തു. സ്വോത്രം. ഒരു പെരുന്നാളിന് 2 പേരെയും പള്ളി വെച്ച് ഒരുമിച്ച് കണ്ടു. പ്രൈസലോ. സ്വോത്രം. മണവാളനെയും മണവാട്ടിയെയും കാർമികൻ കല്യാണത്തിന് കരങ്ങൾ പിടിച്ച് പ്രൈസലോ നിങ്ങളെ ഇരുവരെ യോജിപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ മിസ്റ്റർ മത്തായിയെയും മിസ്റ്റർ തോമസിനെയും കടം മേടിച്ചവൻ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ എന്നെ വിഷമിപ്പിക്കരുത്. ഈ വിഷയം നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഈ 50,000 കൊണ്ട് ഓടേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ചില ആൾക്കാർ ചില ക്രമീകരണങ്ങൾ നടത്തുന്നത്. കടപ്പാടുകൾ വരരുത്. സ്വസ്ഥത. നീ കടന്നുറങ്ങുമ്പോൾ നിനക്ക് സ്വസ്ഥതയില്ലാത്ത വിഷയം നിന്നെ അലട്ടുവാൻ പാടുള്ളതല്ല. സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഒരു നല്ല ഉറക്കം കിട്ടുന്ന ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ. ഇന്നൊരു പകൽക്കാലം ദൈവവചനത്തിലൂടെ ദൈവാത്മാവ് സംസാരിക്കുന്നത്, ഞാൻ എന്റെ കർത്താവിനെ, പല സഭയുടെ മുമ്പിലും കർത്താവില്ല, ഓർമ്മ മാത്രമേ ഉള്ളൂ. എന്നാൽ നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും തിരുസാന്നിധ്യം ഉണ്ടായിരിക്കണം. ഞാൻ എന്റെ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് കുലുങ്ങി പോകത്തില്ല. സ്വത്രം. അപ്പൊ നോക്കണം, ആ വലതുഭാഗത്തിരുന്നാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്. യേശു നിന്റെ ജീവിതത്തിന്റെ വലതുഭാഗത്ത്, ലൈഫിന്റെ വലതുഭാഗത്ത് സ്ഥാനം പിടിച്ചാൽ നിനക്കുണ്ടാകുന്നത് നിന്റെ ഹൃദയത്തിലും നാവിലും നിന്റെ ശരീരത്തിലും വലിയ മാറ്റങ്ങൾ നിനക്ക് തന്നെ അനുഭവിച്ചറിയാൻ പറ്റും. ആ മാറ്റങ്ങളെ കുറിച്ചാണ് കണ്ടോട്ട് എഴുതിയിരിക്കുന്നത്. അവന്റെ സാന്നിധ്യം ഇല്ല എങ്കിൽ വലതുഭാഗത്ത് വേറൊരാൾ കയറി നിൽക്കും. സക്കറിയ പ്രവചനം 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അതോടെ കൂട്ടിയൊന്ന് വായിക്കാം. സക്കറിയ പ്രവചനം 3-ാം അധ്യായം 1-ാം വാക്യം. അവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉറക്കെ വായിച്ചാട്ടെ. സ്വോത്രം. സക്കറിയ പ്രവചനം 3-1. അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ സാത്താൻ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. ഊർജ്ജസ്വലതയോടെ ഈ റേഞ്ച് ഒന്നുമല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സഭയായി പാസ്റ്റർ ബിജുവിന്റെ സഭ ഈ റേഞ്ച് ഒന്നുമല്ല. ഇതിനെ കുറച്ചുകൂടെ റേഞ്ച് മോളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. സ്തോത്രം. ഇന്നാളൊരു സഭ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു പാട്ട് പാടാൻ ഒരു കുട്ടി കൊഴൽക്കിണറി വീട് കൊച്ചു കരയുന്ന പോലെ സ്തോത്രം. ബൈസ്കൂളിൽ നോട് കൊച്ചുണ്ട് വരാൻ പറഞ്ഞു. പ്രൈസലോം. അവൾ പറഞ്ഞ പാടി അടവി തരുകളിനിടയിൽ അങ്ങനെ വരാൻ പറഞ്ഞു. പ്രൈസലോം. അതുകൊണ്ട് തൃശ്ശൂർ ഒരു കൺവെൻഷൻ നടത്തി. മോളെ കുറ്റം പറയല്ല കേട്ടോ. എല്ലാവർക്കും കൂടി ഒരു ഉത്തേജനം ഉണ്ടാകാൻ ഞാൻ പറഞ്ഞതുള്ളതേ ഉള്ളൂ. പമ്മി നിൽക്കരുത്. വചനം വായിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും പാടുന്നതിലും എല്ലാം മുന്നിട്ട് നിൽക്കണം. ഉത്സാഹമുള്ളവരായിരിക്കണം. 10 പേര് സ്വോത്രം പറയുമ്പോൾ മറ്റൊരു സൂത്രത്തിൽ ഇരിക്കരുത്. അത്ര ചിലരാണ് യോഗസ്ഥലത്ത് വന്നിരിക്കും. ഉപദേശി കിടന്ന് ബിജു പാസ്റ്റർ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക, ദൂതുകളൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കുക. ഈ പുള്ളിയുടെ വായിൽ നിന്നൊന്നും വരത്തില്ല. കാരണം എന്നതാ, ഇത് വീഡിയോ മാത്രമേ ഉള്ളൂ, ഓഡിയോ ഇല്ല. നമ്മൾ ഓർക്കും പുള്ളിക്കാരത്തെയും ഭയങ്കര ആരാധനയാ, പുള്ളിക്കാരത്തിന് ഭയങ്കര ആരാണെന്ന്. പ്രൈസലോ. രാജാധീരം. അപ്പൊ ഇവിടെ രാജാതിരാജൻ വരുന്നുള്ള പാട്ടാണ്. ഇപ്പൊ ഈ പുള്ളി ഇവിടെ ഇരുന്നുകൊണ്ട് ശബ്ദത്തിന്റെ ഇടയ്ക്കല്ലേ കയറ്റിവിട്ട് ആരും അറിയത്തില്ല. ഈ തട്ടിപ്പ് നീ അവസാനിക്കണം. പ്രൈസലോ. സ്വോത്രം. ഇല്ല നീ പിടിക്കലോ എന്നെങ്കിൽ നീ ഐസുവിന്റെ അകത്ത് കിടന്നു. മുമ്പേ കേട്ടതുപോലെ അല്ലേ വാർഡിൽ കിടന്ന് ആള് പോയി. യഹോവയെ അന്വേഷിക്കാവുന്ന സമയത്ത് നീ അന്വേഷിച്ചോണം. ആരാധിക്കാവുന്ന സമയത്ത് നീ ആരാധിച്ചോണം. സ്തുതിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ എനർജി വർദ്ധിപ്പിക്കും. നിന്റെ അത്യന്തമായ ശക്തി ഉണ്ടാകും. നിന്നോട് എതിർത്ത് നിൽക്കുന്ന പ്രതിയോഗികളെയും അദൃശ്യ ശക്തികളെയും നിന്റെ കൂടാരത്തിന്റെ 3 സെന്റിനകത്ത് കയറാതെ അതിനെ പാളയത്തിന്റെ പുറത്തൂടെ ദൈവം വടക്കോട്ട് പറഞ്ഞു വിടും. അത് അടുത്തവന്റെ വീട്ടിൽ കയറി അതിനെയും കൊണ്ട് പൊക്കോടും. പ്രൈസ് ദി ലോർഡ്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. നിന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഒരു ഭക്തന്റെ ഭവനത്തിന് ചുറ്റും, അവന്റെ ആലയത്തിന് ചുറ്റും, അവന്റെ ശരീരത്തിന് ചുറ്റും, അവന്റെ വാഹനത്തിന് ചുറ്റും, അവന്റെ ബെഡ്റൂമിന് ചുറ്റും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇതിനെല്ലാം പ്രൂഫും തെളിവും എല്ലാം ഉണ്ടെന്ന്. ഇയ്യോബിന്റെ ഭവനത്തിന് ചുറ്റും മനുഷ്യരാരും കാണാത്ത ഒരു വേലി ദൈവം തമ്പുരാൻ തന്റെ ദൂതനെ കൊണ്ട് ഉണ്ടാക്കി വെച്ചു.
ഒരു ദിവസം ദൂതന്മാരോട് പറഞ്ഞു, നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടലകുന്നതിന് ഭക്തനുമായിരിക്കുന്ന മിസ്റ്റർ ജോസഫ് മസ്കറ്റിലുണ്ട്, ജിയോ മസ്കറ്റിലുണ്ട്. അവന് നിങ്ങളെല്ലാം കൂടെ ഒരു വേലി കെട്ടി വെക്കണം. കാരണം തല്ലിപ്പുള്ളിയായ സാത്താൻ അങ്ങനെ വലിഞ്ഞു കയറിയെങ്കിൽ ആ പുള്ളിയുടെ ഉള്ള വിശ്വാസവും പോവും, അവനുള്ള ആശ്രയവും നഷ്ടപ്പെടും. അതുകൊണ്ട് ദൂതന്മാരോട് പറഞ്ഞു നിങ്ങളൊരു വേലി ഉണ്ടാക്കാൻ പറഞ്ഞു. പ്രൈസലോ പറഞ്ഞപ്പോൾ അവരെല്ലാം കൂടെ കൂടി പറഞ്ഞു ഇപ്പം തന്നെ ചെയ്തേക്കാമേ, കർത്താവ് ആജ്ഞ കൊടുക്കുന്നു, സുവാർത്ത ദൂതികൾ വലിയൊരു ഗണമാകുന്നു. അല്ലാതെ ഒന്നും രണ്ടും ദൂതന്മാർ സ്വർഗത്തിൽ കൂടെ കോടതിയുടെ ഫ്രണ്ട് സെക്യൂരിറ്റി നിൽക്കുന്ന പോലെ ചടഞ്ഞു നിൽക്കുകയല്ല. ഓരോ സെക്ഷനിലാണ്, കോടിക്കണക്കിനാ. കുറച്ചുപേർ വടക്കോട്ട് പോകുന്നു, കുറച്ചുപേർ അങ്ങോട്ട് പോകുന്നു. ഓരോ സെക്ഷനാണ്. സ്തോത്രം. കൊച്ചിയിൽ പറഞ്ഞിട്ടുണ്ട് ദൂതന്മാർ, മനസ്സിലായോ? എന്തിനാ പറയാ? കൊച്ചിക്കാർക്ക് വേണ്ടി. സ്തോത്രം. കൊച്ചിയിലെ ദൈവമക്കളെ സംരക്ഷിക്കുവാൻ, അവർക്ക് അത്ഭുതത്തിന്റെ വഴികളും വാതിലുകളും തുറന്നു കൊടുക്കുവാൻ, അവർക്കെതിരെയുള്ള നാടകീയ നീക്കങ്ങളെ നടപടിയില്ലാതെ തള്ളിക്കളയാൻ തക്കവണ്ണം അതിനെല്ലാം ദൈവം തമ്പുരാൻ പദ്ധതി ഒരുക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ യോബിന്റെ ഭവനത്തിന് ചുറ്റും ദൈവം തമ്പുരാൻ വേലി കെട്ടി വെച്ചിരുന്നു. കാറിന് ചുറ്റും വേലിയില്ലെങ്കിൽ ആ കാർ ആയിരിക്കും അടുത്ത ട്രക്കുമായിട്ട് കൂട്ടിയിടിച്ച തല തമിഴ്നാടിനും കാല് കോയമ്പത്തൂർക്കും പ്രൈസല കിഡ്നി കൊച്ചിയിലും കിടക്കും. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. നിന്റെ വാഹനത്തിന് സംരക്ഷണം ഉണ്ടായിരിക്കണം. അത് ഓടുന്ന വഴിയും പാതയും ഗമനാഗമനങ്ങളും എതിരെ വരുന്ന വാഹനങ്ങളും കുഴിയിലും കട്ടറൊക്കെ വീഴുമ്പോൾ അവിടെയൊക്കെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നത് നിന്റെ എഞ്ചിന്റെ കണ്ടീഷനോ ടാക്സ് അടച്ച ബില്ലോ നിന്റെ ശരീരത്തിന്റെ ആരോഗ്യമോ ഡ്രൈവിംഗിന്റെ ബാലൻസോ അല്ല. സൂക്ഷിക്കുന്ന വലിയവനായ ദൈവം. നീ സഞ്ചരിച്ചുവെന്ന് എല്ലായിടത്തും നിന്റെ ശത്രുവിനെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വേട്ടക്കാരന്റെ ഗണിയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹങ്ങളും ഒക്കെ വഴിയിലും കൂടിയിരിക്കും. 12:55 ബിജു പാസ്റ്ററുടെ സഭയിൽ കൂടുന്നതായിട്ടുള്ള രാജുവും കുടുംബവും വരുന്നുണ്ട്. അവനെ നമുക്ക് ഈ വെള്ളക്കെട്ടിന്റെ അകത്ത് തള്ളിയിടണം. ആര് തീരുമാനിച്ചു? മിസ്റ്റർ സാത്താനും അവന്റെ കൗൺസിലും കൂടെ തീരുമാനിച്ചു. അവരെല്ലാം കൂട്ട് ഇഞ്ചിക്കുകയാണ്. സാത്താൻ ഒന്നാമത്തെ കാര്യം ഡ്രസ്സില്ല. അവന് ദൈവത്തിന് സ്വതന്ത്ര ഡ്രസ്സില്ല, അവന് കിഡ്നി ഇല്ല, തലച്ചോറില്ല, അവന് എല്ലില്ല, പല്ലില്ല, കുന്തം കുടച്ചക്രോ ഒന്നുമില്ല. ദൈവത്തിന് സ്വതന്ത്രം. പിന്നെ ആകെപ്പാടെ ഉണ്ടത് ഒരു കറുത്ത രൂപം, മൈക്കിയാറിന്റെ ഷർട്ട് പോലെ ഒരു കറുത്ത രൂപം മാത്രം ഇങ്ങനെ സ്വതന്ത്രം. അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും വരും. ദൈവത്തിന് പെന്തക്കോസ്തുകാരനായിട്ട് അവൻ വരും. അതാ പറഞ്ഞ വെളിച്ചദൂതന്റെ വേഷം സാത്താൻ വരുമെന്ന് പറഞ്ഞത്. സ്തോത്രം. ക്ലീഷേവും എല്ലാം ചെയ്ത് ജുബ്ബായൊക്കെ ഇല്ല, പാൻറ്റും എല്ലാം ഇട്ട് ഒക്കെ ചെയ്ത് സ്തോത്രം എന്നും പറഞ്ഞു വരും. പ്രൈസലോ. സ്തോത്രം. ഇങ്ങനെ പല രൂപത്തിലാവും വരും. സാത്താന് പ്രവർത്തിക്കാൻ ഒരു ബോഡി കിട്ടണം. ഒരു മറിയാമ്മയോ ഒരു മാത്തുക്കുട്ടിയോ കിട്ടിയാലേ സാത്താന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഏതെങ്കിലും ശരീരത്തിൽ കയറിയാലേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ, അല്ല വർക്ക് ചെയ്യത്തില്ല. ബാറ്ററി ചുമ്മാ ഇരിക്കുന്നു. ബാറ്ററി ചുമ്മാ ഇട്ടാ റേഡിയോയിൽ നിന്ന് മാറ്റി വെച്ചാൽ ശബ്ദം കേൾക്കില്ല. ഇത് റേഡിയോയ്ക്ക് അത് കുത്തിക്കയറണം, അപ്പോഴാണ് ചാർജ് ആകുന്നത്. പിന്മാറ്റക്കാരനെയും ജഡീകനെയും പ്രാകൃതവനെയും പ്രാർത്ഥിക്കാത്തവനെയും ഭക്ഷണം പിടിച്ചുള്ള ഉപവാസം ഇഷ്ടമില്ലെന്ന് പറയുന്നവനെയും ദൈവസഭയ്ക്ക് വേണ്ടി നന്മ കൊടുക്കാത്തവനെയും അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത അരക്കന്മാരുടെ ദേഹത്തെ ഇവൻ കയറുന്നത് മുഴുവൻ. കല്ല് വെച്ച് നുണ പറയുന്നവനെ ഇവനെ വെറുതെ വിടത്തില്ല. പിന്നെ ഭർത്താവിനെ അനുസരിക്കാത്ത പെണ്ണുങ്ങളുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? ഓത്ര ഇവരുടെ ദേഹത്തെല്ലാം സാധനമുണ്ട്. അതാ ഈ സഭയ്ക്കകത്ത് വരുമ്പോൾ അടിയൻ മണ്ണാണ്, പൊടിയാണ്, ആലുവ കട്ടയാണ്, നദിങ് ഒന്നുമില്ല, അപ്പ ബ്രെഡാണ് എന്നൊക്കെ പറയും. പ്രൈസലോ. ഈ സാധനത്തിന് ഇവര് തമ്മിൽ മാത്രം ഉള്ളപ്പോ ആ വീട്ടിലോട്ട് എന്നാ CC ക്യാമറ വെച്ച് നോക്കണം. പ്രൈസലോ. സ്വോത്രം അവിടെ കെട്ടുമട്ടൊക്കെ കാണണം. പ്രൈസലോ. ഒന്നിനെ വെക്കണം. എന്തൊക്കെ പറഞ്ഞോണ്ടല്ലോ, എന്റെ വീട്ടുകാരെ പറഞ്ഞോണ്ടല്ലോ, ഞാൻ കളി കാണിച്ചു തരാം. ദുഷ്ടയെ, നീ പരമദുഷ്ടയാ. ആ കുടുംബത്തിന്റെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിന് നീയാണ് തടസ്സം. പ്രൈസലോ. അയാളെല്ലാം കേട്ട് വേറുണ്ട് ഞെട്ടിയിരിക്കുക. പ്രൈസലോ. മിണ്ടാതിരി വല്ലൊരു കേൾക്കൂടി കേൾക്കണമല്ലോ, കേട്ടില്ല ഒക്കത്തില്ലല്ലോ. അത് എങ്ങനെയാ ഒക്കുന്നത്? പ്രൈസലോ. അങ്ങനെ ഈളും അങ്ങ് ആയുധം വെച്ച് കീഴടങ്ങി. പ്രൈസലോ. അല്ല പിന്നെ എന്നും പറഞ്ഞ് അവളൊരു പോക്കങ്ങ് പോകും. പ്രൈസലോ. നിസ്സാര കാര്യമാ. പ്രൈസലോ. 150 രൂപ കൊടുത്തു വിട്ടു. 50 രൂപ എന്ത് ചെയ്യുന്നുള്ളതാണ്. ആ പ്രശ്നം 10 മണിക്കായിരുന്നു വഴക്ക്, അത് തീർന്നു. വൈകിട്ട് 6 മണിക്ക് ഇവിടെ മുറ്റത്ത് മാത്രം കഴിയണം പറയാ. 150 കൊണ്ട് പോയച്ചോ 50 കാണിച്ചു നടക്കുന്നു. പ്രൈസലോ. ഇവിടെ ദൈവം വെറുതെ വിടുവോ? ഇല്ല, വെറുതെ വിടത്തില്ല. ഏതെങ്കിലും ഹൃദയത്തെ നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അതിനോട് ക്ഷമ ചോദിക്കണം. പ്രൈസലോ. അച്ഛാ ഞാൻ ദേഷ്യം വന്നപ്പോ അച്ഛനോട് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ടെൻഷൻ അടിച്ചു. ഒന്നാമത്തെ കാര്യം എനിക്ക് ചില BP ഉണ്ട്, ടെൻഷൻ ഉള്ളതാ. ദൈവത്തിന് ഗുളിക കഴിച്ചില്ല, ആസ്പിരിൻ കഴിച്ചില്ല, എനിക്ക് കടപ്പുണ്ടാകത്തില്ല, ഞാൻ തട്ടിപ്പോവാ ചായ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അച്ഛൻ എന്നോട് ക്ഷമിക്കണം. പ്രൈസലോ. പുള്ളിക്കാരൻ പറയായിരുന്നു ഞാൻ ക്ഷമിച്ചടി. ദൈവത്തിന് സ്തോത്രം. എന്നാ ചില വീട്ടിൽ അങ്ങനെയല്ല. ഇവര് ഭാര്യയും ഭർത്താവുമായിട്ട് അത് ഈ 40 വയസ്സ് താഴെയുള്ളവരുടെ വീട്ടിലാ. ചില ഭവനങ്ങളിൽ അവർ രണ്ടും കൂടെ ഭാര്യയും ഭർത്താവും കൂടെ അങ്ങോട്ട് ഉടക്കുണ്ടാക്കും, വഴക്കുണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി, പ്രതിസന്ധി എല്ലാം ഉണ്ടാക്കി. കുഞ്ഞു നിസ്സാര കാര്യങ്ങളാ. അതൊരു പാറയപ്പള്ളിലെ വെടിക്കെട്ടിന് പടക്കം പൊട്ടിച്ചുള്ള സംഭവമായിട്ട് മാറും. എന്നിട്ട് പ്രൈസലോ അത്താഴൂണ് കഴിഞ്ഞ് കിടക്കാൻ പോകുമ്പോൾ ഒരാൾ ആ പായം കൊണ്ട് അടുക്കളയിലോട്ട് പോകുന്ന ആളാണ്. ഇവനെ ബെഡ്റൂമിലിട്ട് അവള് പോയി മാറിപ്പോയി കിടക്കും. പ്രൈസലോ. എന്തിനാ? സ്തോത്രം. എന്റെ അരിക്കൽ വന്ന ആയുധം വെച്ച് കീഴടങ്ങി. പ്രൈസലോ. ക്ഷമ ചോദിച്ച് ഞാൻ വരച്ചടക്ക് നിർത്തും. അതിന്റെ പേർക്കാ. പ്രൈസലോ. സ്തോത്രം. പോകരുത്.
കോപിച്ചാൽ പാപം ചെയ്യരുത്, സൂര്യൻ അസ്തമിച്ചോളം വെച്ചുകൊണ്ടിരിക്കരുത്. പബ്ലിക്കിലായാലും കുടുംബത്തിന്റെ അകത്താണെങ്കിലും കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിലാണെങ്കിലും എന്തെങ്കിലും ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ കൊണ്ട് തന്നെ ക്ഷമിച്ച് നിങ്ങൾ നിങ്ങളുടെ ആത്മീയത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകത്തക്ക നിലയിൽ ഒന്നും ചെയ്യാൻ ഇടയാകരുത്. യോബിന്റെ ഭവനത്തിനെ കേലി കെട്ടിരിക്കുന്ന പോലെ യഹോവേ എന്റെ വായിക്ക് കാവൽ നിർത്തി എന്റെ വായിലെ വാക്കുകളെ സൂക്ഷിക്കണമേ. എന്റെ അധരതാരത്തെ വായിക്ക് കാവൽ നിർത്തണമേ. ബെല്ലും ഈ രക്ഷിക്കപ്പെട്ടവനെ സ്ഥാനപ്പെട്ടവനെ കർത്തൃമേശ കൊടുക്കുന്നവൻ പച്ച തെറി പറയാൻ പോകും. ഓത്രം അത് പണ്ട് നിനക്ക് പൊന്നും തേനും തന്നപ്പോൾ തന്നെ ഗുണപ്പെടാത്ത പ്രൈസോല മാനസാന്തരപ്പെടാത്ത അച്ചായൻ പ്രൈസ് എല്ലാവരുടെയും വായിക്കാത്ത പൊന്നും തേരുവാ കൊടുക്കുന്നത്. തെറി പറയുന്ന ഒരു അച്ചായനും അമ്മച്ചിയും നിനക്ക് പൊന്നും തേനും തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ 2 തെറിയും കൂടെ നിന്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. ബാല്യത്തിലേ കിട്ടിയതാ. ഓത്രം രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിന്റെ പൈതല് ഒരിക്കലും ചീത്ത വിളിക്കത്തില്ല, തെറി പറയത്തില്ല. പലിശം കൂടി ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേന് ദൈവപൈതലായിട്ട് പോയതാ. പ്രശ്നം രൂക്ഷമായിട്ട് വന്നപ്പോഴത് പിടിച്ചു നിൽക്കാൻ നോക്കി. ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് വായിക്കകത്തുനിന്ന് വന്നതായ വാക്കുകൾ തെറിയുടെ വാക്കുകളായിരുന്നു. അല്ല, ഏറ്റു പറയണം. അതല്ല നിന്റെ ശരീരത്തിൽ കയറി പിടിക്കും, ഉറപ്പാണ്. രണ്ടാമത്തെയാണ് അസൂയ. പ്രൈസലോ, നീ 6-7 കൊല്ലമായി കർത്താവേ ഒരു ബൈക്ക് കിട്ടണം, ഒരു മാരുതി കാർ മതി, ഞങ്ങൾ ഇങ്ങോട്ടുള്ളതായിട്ടുള്ള വീടുകളൊക്കെ വഴികളൊക്കെ ഇടുങ്ങിയ വഴിയാ, അതുകൊണ്ടൊരു മാരുതി സെന്ന് മതി, സ്തോത്രം, ഇക്കോ വേണ്ട, അതിന്റെ കാര്യമുള്ള പൈസ നമ്മുടെ ഇല്ല എന്ന് പറഞ്ഞാൽ പരമദരിദ്രവാസിയായിട്ട് കടം കയറി പൊട്ടിയിരിക്കുന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു ദൂതെന്ന് പറയാം. പ്രാർത്ഥിക്കുക. സ്തോത്രം. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് 6-7 വർഷമായിട്ട് ഇവന് കിട്ടിയില്ല. അപ്പുറത്തെ കിട്ടിയ സൂസമ്മയ്ക്ക് ഇന്നോവ കിട്ടി, ഇവിടെ എന്നേരം പ്രൈസോല മാരുതിയുടെ പുതിയ സെന്ന് കിട്ടി, അവിടെ സെൻ കിട്ടി, എല്ലാം കിട്ടി. ഇവനൊന്നും കിട്ടിയില്ല. സ്തോത്രം. അന്നേരം ഉള്ളി വരുന്നത് എന്നതോ ഇടിച്ച് തകർന്നതിന്റെയൊക്കെ ഇടപാട് തകർന്ന് മോചിച്ച് നാറണക്കണ്ട് വരണം. മറ്റൊരു തന്റെ ഉയർച്ചയിൽ കർത്താവ് അവർക്ക് കൊടുത്തല്ലോ. സ്തോത്രം. എനിക്ക് കിട്ടിയതിലേക്കാട്ട് എന്റെ അയലക്കത്തുള്ളവർക്ക് കൊടുത്തല്ലോ. സ്തോത്രം അപ്പാ, സ്തോത്രം. ഇത് പറയുമ്പോൾ തന്നെ സ്വർഗ കൗൺസിൽ കൂടി. അതാരാ പറഞ്ഞത്? അയ്യോ, അത് ക്ലീറ്റസാ പറഞ്ഞതെന്ന് പറഞ്ഞു. പ്രൈസലോ. സ്തോത്രം. അവന് 6-7 വർഷമായി നാഥ പ്രാർത്ഥിക്കുന്നുണ്ട്, അവനൊന്നും കൊടുത്തില്ല. പക്ഷെ ഇപ്പുറത്തെ പ്രൈസലോ കൃപാസനത്തിൽ പോയി കൊരട്ടിമുത്തിക്ക് കുർബാന കഴിച്ചതായിട്ടുള്ള പ്രൈസലോ അന്നമ്മയ്ക്കും ചിന്നമ്മയ്ക്കും പെണ്ണമ്മയ്ക്കും എല്ലാം കിട്ടി. ഇവനൊന്നും കിട്ടാ. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. പറഞ്ഞ കർത്താവ് പറഞ്ഞു വൈകി വരുന്ന അനുഗ്രഹം നല്ലതെന്നുള്ളവർ അവൻ അറിയത്തില്ലേ? അവരെക്കാട്ടിൽ എല്ലാവരെയായിട്ട് ഞാൻ അവരെ മാനിക്കും. പ്രൈസലോ. കണ്ടോ, അതാണ് ദൈവത്തിന്റെ മാന്യത. ഹാലേലൂയ. ദൈവം കൊടുത്ത എല്ലാ നന്മകളും നന്മ നിറഞ്ഞതായിരിക്കും, ഐശ്വര്യം നിറഞ്ഞതായിരിക്കും. അതിന് ഗ്യാരണ്ടി ഉണ്ടായിരിക്കും. നിനക്കൊരു രോഗശാന്തി തന്നാൽ അതിന് ഗ്യാരണ്ടി ഉണ്ടായിരിക്കും. സൗഖ്യമാക്കിയ രോഗത്തെ മാർച്ചിൽ സൗഖ്യമാക്കിയച്ച് അടുത്ത ജൂണി പിന്നെയും വരത്തില്ല. യേശു എന്നേക്ക് സൗഖ്യമാണെങ്കിൽ ഇത് ഡിലേ ചെയ്ത് കളഞ്ഞതാണ്. സ്തോത്രം. കർത്താവ് നിന്റെ ശരീരത്തിൽ നിന്നും ഒരു രോഗത്തെ പുറന്തള്ളിയാൽ അത് എന്നേക്കുമായി പുറന്തള്ളിയതാണ്. ദൈവത്തിന് മഹത്വം. കാരണം അത് പിന്നെ വിഷയത്തിന് വേണ്ടി ചില ആൾക്കാർ ഓരോ വിഷയങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ചുമ്മാ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുണ്ടേ. കർത്താവേ പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ, വിടിവിക്കണമേ, തൊട്ടുണർത്തണമേ. ഇന്ന് രാവിലെ സമയം ഡിസംബർ മാസം 26-ാം തീയതി ആണല്ലോ കർത്താവേ. ഇപ്പോൾ സമയം 9:45 ആയിരിക്കുന്നു. ഒരു 10:30യോടുകൂടെ ഞങ്ങൾ ആലയത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. 11:30-ക്കാണല്ലോ ആ വണ്ടി എവിടുന്ന് വിടുന്നത്. ഇതൊന്നും കർത്താവിന് അറിയത്തില്ല. പൊട്ടനും പോഷനുമായിട്ടിരിക്കും. ഡേറ്റ്, സന്ദർഭം, സാഹചര്യം, കാര്യങ്ങളെല്ലാം പണിമണിയായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒന്നും ചെയ്യണ്ട, ഒന്നും പറയണ്ട. നീ സകല ഹൃദയങ്ങളെ അറിയുന്ന കർത്താവേ, എന്നെ നന്നായിട്ട് അറിയുന്ന അരുമനാഥ, എന്റെ കാര്യങ്ങൾ എന്റെ കുടുംബത്തിന്റെ, എന്റെ കുഞ്ഞുങ്ങളുടെയും, എന്റെ ശരീരത്തിന്റെ ബലഹീനത അങ്ങേക്ക് അറിയാമല്ലോ. എന്റെ ശ്വാസമുട്ടൽ അറിയാമല്ലോ. എനിക്ക് ചില ഡയബറ്റീസ് ഉള്ള വിവരം എനിക്ക് അറിയാമല്ലോ കർത്താവേ. ഹൃദയത്തിൽ ഇച്ചിരി ബ്ലോക്കുണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ ഞെട്ടി ഉണരും. ഞാനിവിടെ കൂർക്കം വലിക്കുന്നത് അടുത്ത പഞ്ചായത്ത് കേൾക്കാം. ഇതൊക്കെ കർത്താവേ അറിയാമല്ലോ. എല്ലാത്തിലും എനിക്കൊരു വ്യത്യാസവും വിടുതലും തരണമേ. നേരത്തെ ഞാൻ അവനുമായിട്ട് സ്നേഹത്തിലായിരുന്നു, പ്രേമത്തിലായിരുന്നു. അവനെന്നെ കളിപ്പിച്ച അവളെ പോയി ആലുവാക്കാരത്തിയെ കേട്ട് എനിക്കതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. കർത്താവ് അത് കിട്ടിയതെങ്കിൽ ഞാൻ തകർന്നു പോകുമായിരുന്നു. ദൈവമാണ് ആ ബന്ധത്തിൽ നിന്ന് എന്നെ വിടുവിച്ചത്. അങ്ങ് എനിക്ക് വേണ്ടി നല്ലൊരു ലൈഫ് തരണം, ജീവിതം വരണം. ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ല പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരിക്കണം. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആ കർത്താവിന് സന്തോഷം ഉണ്ടാകുന്നു. മനസ്സിലായോ? ഇതൊക്കെ ദൈവത്തെ അവന്റെ ഹിതപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിക്കുന്നെങ്കിൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. മുട്ടുവിനെന്നാ തുറക്കപ്പെടും. ആരെങ്കിലും കയറുകയായിട്ട് മുട്ടാനല്ല പറഞ്ഞത്, ദൈവസന്നിധിയിൽ മുട്ടാനാ പറഞ്ഞു. അന്വേഷിപ്പിൻ കണ്ടെത്തും. പ്രൈസറ ഇവിടെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പ്രൈസറോ, എടാ മാത്തുക്കുട്ടിയാ, നമുക്കൊരു പെണ്ണ് വേണോ, അല്ല ഇവിടെ കാലം വല്ല കേസ് കിട്ടും വല്ല ഉണ്ടോടാ വരണം. അങ്ങനെ അന്വേഷിക്കാനല്ല പറഞ്ഞത്. ദൈവസന്നിധിയിൽ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കാനിടും. മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, യാചിപ്പിൻ എന്നാൽ കിട്ടും. യാചിക്കണമെന്ന് പറഞ്ഞാൽ കാണുന്നവർ കാശുള്ളവരുടെ വീടുകളിലെല്ലാം കയറി. പ്രൈസലോ, ലിസിയുടെ കല്യാണം അടുത്ത ആഴ്ച 17-ാം തീയതിയാ. അവിടുത്തെ വലിയ മുതലാളിയാ. പ്രൈസലോ, അവൻ കള്ളും കുപ്പിയായിട്ട് ക്രിസ്തുമസിന് അടിച്ച് പൂസായിട്ടിരിക്കുക. 3 കുപ്പി അകത്തി വന്നു, കോഴിക്കാലും കൈ പിടിച്ചിരിക്കുക. സ്വോത്ര പെന്തക്കോസുകാരനാണ്. പറഞ്ഞോ, എന്നാടോ വന്നത്? മോടെ കല്യാണം ഒക്കെ ആയിട്ടുണ്ട്.
എന്നാ അതിന് പ്രൈസലോ അവിടെ അവർക്ക് 3 ലക്ഷം രൂപ കൊടുക്കണം, ചെറിയ പൈസയുടെ കുറവുണ്ടായിരുന്നു, ചെയ്യണം. എന്തായാലും ചെയ്യാം കേട്ടോ. ആട്ടെ, പ്രൈസലോ. സ്വോത്രം. പിന്നെ ഇവന്റെ കർത്താവ് എന്നും പറഞ്ഞ് എന്തിനായിരിക്കുന്നത് ഈ പ്രൈസലോ? മാങ്ങാത്തൽ ഈ കർത്താവ് പിന്നെ എന്തിനായിരിക്കുന്നത് പ്രൈസലോ? ഇവന്റെ കർത്താവായിരിക്കുന്ന കള്ളുകുപ്പിയാ, ആ കള്ളടിക്കുന്നവനല്ല പ്രൈസലോ. നിന്റെ കർത്താവ് ഉയരത്തിലുണ്ട്. നിന്റെ വേദന മുമ്പേ കേട്ടല്ലോ, നിന്റെ വേദനകളെ അതാത് സമയത്ത് അറിയുന്നവൻ, ഓരോ ശ്വാസത്തിന്റെ അകത്തോട്ട് പോകുമ്പോഴും പുറത്തോട്ട് വരുമ്പോഴും അതിന്റെ വേരിയേഷൻ പരിഹരിക്കുന്നവൻ, വഴിയിൽ വെച്ച് തൂത്തുവാരി നിന്നെ നിന്റെ കുടുംബത്തെ കൊട്ടയ്ക്കകത്താക്കി മെഡിക്കൽ സെക്ഷൻ ഉണ്ടാക്കി അവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കല്ലറയ്ക്കകത്ത് കൊണ്ട് വെച്ച് ദൈവത്തിന് സ്വോത്രം. അന്ന് അടക്കാൻ പോയവർക്ക് ഒരു പപ്സും പെപ്സിയും ബ്രൂക്കാപ്പിയും കിട്ടേണ്ടതായിരുന്നു. പക്ഷെ ഇല്ല, ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികള്. ഉടനെ ഒന്നും ഒരുത്തനും പോകാൻ പോകുന്നില്ല പ്രൊഫസല. നിങ്ങൾ പോയാൽ പറ്റത്തില്ല, കാരണം ഇവിടെ സ്ഥലം മേടിക്കാൻ പോകുന്നു, കോളി മണിയാൻ നടക്കുന്നു, ഒത്തിരി സംഭവങ്ങളോ നടക്കുക. സ്വോത്രം. മുങ്ങൽ ഞാൻ പറഞ്ഞേക്കാം, എവിടെ മുങ്ങിയാലും ദൈവം തന്നെ പോക്കും. പ്രൈസലോ. കർത്താവിന്റെ നാമത്തിനും വേലയ്ക്കും വേണ്ടി കൊടുക്കാനുള്ള കാശ് വെച്ച് അരക്കത്തരം കാണിക്കരുത്. സ്വോത്രം. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ ഈ 16 ലോകത്തിന്റെ 3 ഭൂഖണ്ഡങ്ങളിലായി 16-17 പരം രാജ്യങ്ങൾ, ഞാൻ ഇവിടുന്ന് പോയ ശേഷം വേറൊരു രാജ്യത്തായിരുന്നു കേട്ടോ. ഇപ്പൊ അടുത്ത മാസം ഞാൻ വേറൊരു രാജ്യത്താണ്. സഞ്ചരിച്ചു. എനിക്കറിയാം എന്തിപ്പോ ഇഷ്ടം പോലെ പണം എനിക്ക് കിട്ടി. എന്തുമാത്രം പണം ഓരോരുത്തർ വാരിക്കൊടുത്താന്നറിയാവോ? ഞാനതെല്ലാം കൊണ്ടുവന്ന് മാടത്തിന്റെ അകത്ത് എലി തള്ളി കയറ്റുന്ന പോലെ തല്ലി വെച്ച് പ്രൈസലോ കുറെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ല. എനിക്ക് സ്വന്തമായിട്ട് ഒരു തന്റെ ഭൂമി പോലും ഇല്ല. എന്റെ സമ്പത്ത് യേശുവാ. പ്രൈസലോ. എന്നോട് പറഞ്ഞു, ഗോപിനാഥ്, നിനക്ക് ഞാൻ ആരോഗ്യവും തൂതും പണം കാഴ്ചയെല്ലാം തരാം, നീ അങ്ങ് ശുശ്രൂഷിച്ച് പോയച്ചാൽ മതി. നിനക്ക് ചിക്കൻ ഫ്രൈ വേണോ, നിനക്ക് മട്ടൻ ചാപ്സ് വേണോ, നിനക്ക് ചാറൊഴിച്ച പൊറോട്ട വേണോ, നിനക്ക് ഇനി എത്ര പ്ലെയിനെ കയറണം, നിനക്ക് എത്ര രാജ്യങ്ങളിൽ പോകണം, എല്ലാം ഞാൻ വിട്ടോളാം. പിന്നെ ഞാൻ എന്തിനാ അതിന്റെ പുറകെ പോകുന്ന? എല്ലാം കരുതുന്ന ഒരു ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? പ്രൈസലോ. ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം ഹല്ലേലൂയ തന്റെ ഭക്തന്മാരുടെ ആഗ്രഹവും സാധിപ്പിക്കും. ദൈവത്തിന് കരുതലുള്ള ദൈവമാണ്. സ്തോത്രം. ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ ഒരു കാറിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലോങ് ഐലൻഡിൽ നിന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോതമംഗലംകാരൻ ഒരു ഭാര്യ ഭർത്താവ് ഇരിക്കുന്നു. ഉടനെ ഞാൻ ചോദിച്ചു, അയ്യോ കുഞ്ഞുങ്ങൾ 2 പേര് പുറകെ ഇരിപ്പുണ്ട്, അതുങ്ങളിരിക്കുക. ഞാൻ ചോദിച്ചു, മക്കളുടെയൊക്കെ പേരെന്നതാ? അവൻ പറഞ്ഞു, ഇത് ഫറവാൻ, ഇത് ഇസബേൽ. എന്റെ സഹോദരി, ഇതൊരു അറ്റ കൈയായി പോയല്ലോ ഈ പേര്. ഒരു കയ്യബദ്ധം പറ്റിയതാ പാർശ്വ. ഞാൻ ചോദിച്ചു, അതിനാ പറ്റി? ഞങ്ങൾ മൂവാറ്റുപുഴ ഇടവകയിലായിരുന്നു, അന്ന് അച്ഛൻ ഞങ്ങൾക്ക് ചെയ്തി ഒരു ചെയ്ത. കാരണം വേദപുസ്തകത്തിലെ പേരിട്ടാൽ മതി കുഞ്ഞമ്മയെന്നും പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിലെ ഏറ്റവും ദൈവത്തിന്റെ ശത്രുക്കളായിട്ടുള്ള 2 മുതു പിശാചിന്റെ പേരായിട്ടത്. അയാൾക്ക് ഇതുവെല്ലാം മനസ്സിലായി. അയാൾ വേദപുസ്തകത്തിലെ പേരാന്ന് പറഞ്ഞ് തള്ളിക്കയറ്റി. സ്വോത്രം. ഞാൻ പറഞ്ഞു, എങ്ങനെയല്ലേ മാറ്റാൻ പറ്റുമോ? ഇല്ല, റെക്കോർഡിക്കലായിട്ടായി പോയെന്ന് പറഞ്ഞു. സ്വോത്രം. അങ്ങനെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിവിധ നിലകളിൽ ഇരുന്നപ്പോൾ ചിലതൊക്കെ നിന്റെ പോക്കറ്റിലും വീട്ടിലും ഒക്കെ വന്നിട്ടുണ്ട് സ്വഭാവങ്ങൾ. അതൊന്നും വരാൻ പാടുള്ളതല്ല. സ്നാനപ്പെട്ട് കഴിഞ്ഞ് കത്തോലിക്ക പള്ളിയുടെയും മറ്റ് പൗരോഹിത്യ സഭകളുടെയും കുരിശുന്തരുടെയും ഫ്രണ്ടിലൂടെ പോകുമ്പോൾ അറിയാതെ പോലും പഴയ ഓർമ്മ വെച്ച് പ്രൈസലോ. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് പ്രൈസലോ. ക്ലാസ് കഴിഞ്ഞ് പോയ ഒരു അമ്മാമ പ്രൈസലോ കുരിശുന്റെ അവിടെ ചെന്നപ്പോൾ തന്നെ വേറെ ചില നെല്ലിപ്പുളികള് രാഹുകാലം നോക്കുന്ന രാഹുകാലം ക്രിസ്തു അൻപതിലേക്ക് രാഹുകാലം നോക്കിക്കൊണ്ട് കയറി താമസം. ഇതെല്ലാം ജാതികളുടെ സ്വഭാവമാണ്. നമുക്ക് ആ സമയമില്ല. അത് തന്നെയല്ല, പിന്നെ സ്ഥലം കാണാൻ ആചാരി വന്ന് ഇവനെ വിളിച്ച് കുറ്റിയടിച്ച് ഇവൻ വേണേ എവിടെ താമസിക്കണമെന്ന് തീരുമാനിക്കാൻ. അവൻ 10 പൈസ ഉണ്ടാക്കാനായിട്ട് ഒരു ഉപജീവന മാർഗത്തിൽ അടിച്ചിറക്കിയ ഒരു തട്ടിപ്പാണത്. ബോംബെ, കൽക്കട്ട, ദുബായ്, ഹോങ്കോങ്, കുവൈറ്റ്, അമേരിക്ക, ന്യൂയോർക്ക്, ജപ്പാന്, ജർമ്മനി, പ്രൈസല, കുതിരവട്ട, ഊളംപാറ, ഇവിടൊക്കെ എവിടെയെങ്കിലും ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ആചാരി ഇവൻ എവിടെ കൊണ്ടുവന്ന് കുറ്റിയടിക്കാനായിട്ടാ? ആകെപ്പാടെ 2 സെന്റ് സ്ഥലമേ ഉള്ളൂ. നടുക്കടിക്കാതെ ഒരു മാർഗവും ഇല്ല മോനെ. പ്രൈസലോ. സ്വോത്രം. നാട്ടും പ്രദേശങ്ങളിൽ കിടക്കും ഏക്കർ കണക്കിന് സ്വത്തുക്കൾ, എവിടെങ്കിലും അടിച്ച് കാശും കൊണ്ടുപോകാം. ഈ തട്ടിപ്പെല്ലാം ഇപ്പൊ പൊളിഞ്ഞുകൊണ്ടിരിക്കുക. സ്വോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നിനക്ക് സകലത്തിലും ബുദ്ധി നൽകുമല്ലോ. പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കയും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. രാഹുകാലത്തിലെ നിന്റെ വീട്ടിൽ കയറി താമസം നടത്താവൂ. രാഹുകാലം കഴിഞ്ഞിട്ടിരിക്കരുത്. രാഹുകാലത്തിന് നിന്റെ മോന്റെ കല്യാണം കഴിഞ്ഞ് നീ തന്നെ പറയണം. രാഹുകാലം എപ്പോഴാണെന്ന് ചോദിക്കട്ടെ. രാഹുകാലം ബുധനാഴ്ച രാവിലെ 9 തൊട്ട് 11 വരെയാ. എന്റെ കൊച്ചിന്റെ കല്യാണം അന്നേരം നടത്തത്തുള്ളൂ. പ്രൈസോളൂ. നീ തന്റെ അവിടെ നീ ചെയ്യണം. അല്ലാതെ പേടിച്ചു വേണ്ട. ഒരു 11:30 കഴിഞ്ഞു മതി. അപ്പൊ നീ അവരുടെ ഗ്രൂപ്പ് LDF-ലാ, നീ UDF-ലല്ല. ഞാൻ രാഷ്ട്രീയ അർത്ഥം വെച്ചല്ല പറഞ്ഞത്. സ്തോത്രം. പറഞ്ഞു മനസ്സിലായോ? ഹല്ലേലൂയ. അന്യവും വിവിധമായ ഉപദേശങ്ങൾ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകാൻ പാടുള്ളതല്ല. കർത്താവ് നിങ്ങളെ അറിയുന്നെങ്കിൽ നിങ്ങൾ കർത്താവിനെ അറിയുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ആരെ അറിഞ്ഞിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു, നല്ല ഉപനദി എന്നെ അവസാനത്തോളം നടത്തും. പ്രൈസലോ. നടക്കുമ്പോഴും ഓർക്കുമ്പോഴും അല്ല, എനിക്ക് മറ്റു എന്തുകളൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഒരു പ്രത്യേക സന്തോഷത്തിൽ ലോകത്തിൽ ദൈവത്തിന്റെ നാമോ കർത്താവിന്റെ പദവി ഇങ്ങനെ കർത്താവിൽ ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് ഓരോരുത്തരൊക്കെ കടന്ന് കാറുന്നു പോകുന്നു, ഞാൻ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി
പോയി. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ തന്നെ ജനറൽ ആശുപത്രിയുടെ വാർഡിൽ ചെന്നവൻ എനിക്ക് തോന്നുന്നു. പ്രൈസലോ, ദൈവമേ, കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തന്നു, പൈശാചിക ശക്തികളെ പരാജയപ്പെടുത്തി അധമപാതലത്തിലേക്ക് ഇറങ്ങി പഴയുന്ന വിശുദ്ധന്മാർ മുഴുവൻ കൂട്ടത്തോടെ തൂത്തുവാരിയവരെ കൊണ്ടുപോയി. അബ്രഹാമിനും ഇസഹാക്കും യാക്കോബും യഹൂദായും പേരസും ഗസ്രോനും അരാബും അബിനാവും നഹശോനും തൽമനും ബോവസും ഓബദും ദാവീദും ഇശായിയും തലമോനും ലഹബിയ അബിയ മാസ യഹോശ യോധ ആഹാസ് ക്രിസ്ത്യാവ് മനസ്സിലെ ഷേദേഹരവരെല്ലാം തൂത്തുവാരി അങ്ങോട്ട് പോയി. പ്രൈസലോ, 6 മണി നേരം മുതൽ 9 മണി നേരം വരെ സൂര്യന്റെ വെട്ടം നാട്ടുകാർ കണ്ടില്ല. ചന്ദ്രൻ അസ്തമിച്ചു പോയി. പ്രപഞ്ചം മുഴുവൻ ഇരുട്ടിലായി. ഇസ്രായേൽ ദേശം മുഴുവൻ ഇരുട്ടിലായി. കാലയിൽ രാത്രിയായപ്പോൾ മൂങ്ങായിരുന്നു മൂങ്ങി. എന്തുകൊണ്ടാ? ഇരുട്ടായി പോയി. ഗോത്രം കൂരിരുട്ടിൽ കിടന്നുകൊണ്ടൊരു മനുഷ്യൻ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി വൈപ്പിൻകാര കൊച്ചിക്കാര നിനക്ക് വേണ്ടിയും കൂടിയാണ് അന്ന് മരിച്ചത്. ദൈവത്തിന് സ്തോത്രം. അവന്റെ രോഗം, അവന്റെ ശരീരത്തിന്റെ ചോര മുഴുവൻ മരക്കുരിശെ കുറെ കുട്ടി ഒഴുകി അവന്റെ പാറയ്ക്കകത്തെ വിള്ളലിലേക്ക് ഇറങ്ങി. രക്തയോട്ടമില്ലാത്തൊരു ശരീരം മാത്രം അവശേഷിച്ചു. ദൈവത്തിന് സ്തോത്രം. യോന കടലാനിയുടെ വയറ്റിൽ 3 ദിവസം ഇരുന്നത് പോലെ എനിക്കും നിനക്കും വേണ്ടി ആ ശരീരം 3 മണിക്കൂർ വെന്തുരുകി. യേശുവിന്റെ മരണസമയം, ആ വേർപാട്, ആ 3 മണിക്കൂർ ക്രൂശിൽ അനുഭവിച്ച ആ മരണവേദന ആർക്കും കാണാൻ കഴിഞ്ഞില്ല. അതുപോലെ ഭയങ്കരവും ഭീകരവും ഭയാനകരമായിരുന്നു ആ വേദന, ആ നിലവിളിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ ശരീരത്തെ കല്ലറയ്ക്കകത്ത് വെച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റു. ഭൂമി കുലുങ്ങി, പാറകൾ പൊട്ടിത്തെറിച്ചു. സെമിത്തേരിയുടെ ഫ്രണ്ടിലെ സ്രാവുകൾ ഇളകിത്തെറിച്ചു. ഉരുട്ടിവെച്ച കല്ലുകളൊക്കെ പൊട്ടിച്ചെതറി. ആ അടുത്ത നാളുകളിൽ ആ ഇടയ്ക്കടക്കിയ ശവങ്ങൾ മുഴുവൻ ഉയർത്തെഴുന്നേറ്റു. പ്രൈസലോ. തൊമ്മിയും തൊപ്പിപ്പാളിന്റെ മേഴ്സിക്കുട്ടിയും കുഞ്ഞമ്മേ അവരെല്ലാം ചാടി എഴുന്നേറ്റ് അവരുടെ വീട്ടിൽ ചെന്ന് ബന്ധുക്കാർക്ക് പ്രത്യക്ഷപ്പെട്ടു. സ്തോത്രം. കൊച്ചു രാവിലെ എഴുന്നേറ്റാൻ പറഞ്ഞു, നമ്മുടെ അപ്പത്തെ മുറ്റത്ത് നിൽക്കുന്നു. സ്തോത്രം. പ്രത്യക്ഷപ്പെട്ട് കാണിച്ച് അവരും കർത്താവിനോടുകൂടെ പോയി. ഇതെല്ലാം അടയാളങ്ങളായിരുന്നു, സിഗ്നലുകള്. യെരൂശലേം ദേവാലയത്തിന്റെ തിരശ്ശീല മോള് തൊട്ട് അടിവരെ 2 കീറി. പിറ്റേ ദിവസം രാവിലെ കുർബാന അടിപ്പിക്കാൻ, പ്രൈസല വഴിപാട് കഴിക്കാൻ, പ്രാവിനെ യാഗം കഴിക്കാൻ, കാളയെ യാഗം കഴിക്കാൻ പുരോഹിതം വന്നപ്പോൾ വേണ്ട തുണി വലിച്ചു കീറിയിട്ടിരിക്കുന്നു. പ്രൈസല. ആരാ തുണി വലിച്ചു കീറിയത്? ആരുമല്ല, ദൈവത്താണ് കീറിയത്. ഹല്ലേലൂയ. മുകളിൽ നിന്ന് കീഴോട്ടാണ് കീറിയത്. ദൈവത്തിന്റെ പരിപാടിയല്ല മുകളിൽ നിന്ന് കീഴോട്ടാ. നിന്റെ മേലെ കീറൽ വരാതിരിക്കാൻ ഇന്ന് പകൽക്കാലം ഇതാകുന്ന സുപ്രസാദ ദിവസം, ഇതാകുന്ന രക്ഷാ ദിവസം, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിനകത്താകും. നീ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ നിന്നെ ഒരു കവറിന്റെ അകത്ത് ദൈവം എന്ന് ആക്കി വെച്ചിരിക്കുക. അതിന്റെ അകത്ത് ആർക്കും കയറാൻ സാധ്യമല്ല. സ്തോത്രം. ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസൻ. ഒന്നാമത്തെ കാര്യം, കാൽവറിയുടെ കൊലക്കളത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. അവിടെ ചിലവൻ കാഴ്ച കണ്ട് നോക്കി നിന്ന്, അയ്യോ എന്റെ കർത്താവ് ഈ ഗതികേട് പറ്റിയല്ലോ, ഇങ്ങനെ. ഇതൊന്നല്ല നമ്മുടെ ചിന്ത. ആ ജനന മരണ ക്രൂശീകരണത്തോട് നീ പങ്കാളിത്തം വഹിക്കണം. ആ അരിമനാഥന്റെ ശരീരത്തിനൊടുങ്ങിയ ചോരയാൽ നിന്റെ ഈ വൃത്തികെട്ട ശരീരത്തിലെ ആദാമ്യ പാപമുഖത്തെ മത്സരവും അറുതലിപ്പും വിഗ്രഹാരാധനയും അഹങ്കാരവും നികളവും നശിച്ച ദ്രവ്യാഗ്രഹം നിറഞ്ഞു കിടക്കുന്ന ഈ പൈശാചികമായ പ്രാകൃതമായ ഈ വൃത്തികെട്ട രക്തത്തെ നിന്റെ ശരീരത്തിൽ നിന്നും പിഴിഞ്ഞ് ഡയാലീസ് ചെയ്ത് കളഞ്ഞിട്ട് ആ പാപമില്ലാത്ത യേശുവിന്റെ രക്തം നിന്റെ ശരീരത്തേക്ക് കയറ്റും. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം നിന്റെ ശരീരത്തിന്മേൽ കയറ്റുമ്പോൾ, ദൈവം ആ യേശുവിന്റെ രക്തം നിന്റെ ശരീരത്തിന്മേൽ വരുമ്പോൾ നിന്റെ ശരീരത്തെ ഓടിക്കൊണ്ടിരിക്കുന്ന പാപരക്തങ്ങൾ മുഴുവൻ മാറ്റപ്പെടും. അതാണ് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മഹാപുരോഹിതനായി യോശുവ ഒരു മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് പുള്ളിക്കാരൻ ശനിയാഴ്ച രാവിലെ സമാഗമന കൂടാരത്തിലേക്ക് ഒരു കയ്യും വീശി ഒരു വരവ് ഇങ്ങോട്ട് വന്നു. കേട്ടോ വിജു പാസ്റ്ററെ? പ്രൈസ് ദി ലോർഡ്. മഹാപുരോഹിതനായി യോശുവ ആ ആലയത്തിലേക്ക് വരിക. എന്തിനാണെന്നറിയാമോ? ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി പാപമോചനം കൊടുക്കുവാൻ, പാപമോക്ഷം കൊടുക്കുവാൻ ആടിനെയും അവിടെ എല്ലാം കെട്ടിയിട്ടുണ്ട്, കാളയെ കൊണ്ടുവന്നിട്ടുണ്ട്, പശുവസം കുറുപ്രാവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം ലേവ്യന്റെ ചുമതലയാ. അവരെല്ലാം വന്നിരിക്കുക. അപ്പൊ മഹാപുരോഹിതനും വന്നു. മഹാപുരോഹിതൻ വന്നപ്പോൾ പുള്ളിക്ക് ഒരു ചെറിയൊരു അബദ്ധം പറ്റി. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന് ഒരു മുഷിഞ്ഞ അനുഭവം. മോളെ ഒന്ന് വായിച്ച് ആ ഭാഗം വായിക്കാൻ മോളോട് പറഞ്ഞേ. മഹാപുരോഹിതന്റെ വായിച്ചിട്ടോ? അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. സാത്താൻ ഇപ്പോൾ ഉപദേശിയുടെ വലതുഭാഗത്ത് കയറി സ്ഥാനം പിടിച്ചു. മഹാപുരോഹിതന്റെ റൈറ്റിൽ കയറി വേറൊരു സാധനം നിൽക്കുക. ഇപ്പം അവിടെ ആരാ നിൽക്കേണ്ടത്? ഞാൻ എന്റെ കർത്താവിനെ എപ്പോഴും കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലതുഭാഗമുള്ളതുകൊണ്ട് കുലുങ്ങിപ്പോകയില്ല. ഒരു നേരിയ കംപ്ലൈന്റ് മതി, അതിന്റെ അകത്ത് കയറി സാത്താൻ ആധിപത്യം സാധിക്കും. സ്തോത്രം. കർത്താവിന്റെ ദാസന്മാർ വളരെ സൂക്ഷിച്ചോണോ എന്ന് പറയുന്നത്. എന്നോട് ദൈവം പറഞ്ഞു, ഗോപിനാഥ 1 രൂപയ്ക്ക് പോലും കള്ളം പറയരുതെന്ന് പറഞ്ഞു. എന്നോട് പറയാ, 1 രൂപയ്ക്ക് പോലും കള്ളം പറയരുത്.
സ്വർഗം സാക്ഷി. ഇപ്പൊ ഞാൻ നിങ്ങളൊന്നും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഞാൻ മിനിഞ്ഞാന്ന് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ രാവിലെ ഒരു കുപ്പി വെള്ളം, എനിക്കറിയത്തില്ല, അവിടെ ഒരു ബംഗാളിയുടെ ഒരു തട്ടുകടയുണ്ട് റെയിൽവേ, അവിടെ ചെന്നു. ഞാൻ പറഞ്ഞു ബൈ ഒരു കുപ്പി വെള്ളം തരാൻ പറഞ്ഞു. വെള്ളം മേടിച്ചു. വെള്ളം മേടിച്ചു കഴിഞ്ഞാൽ 15 രൂപ റെയിൽവേ വെള്ളത്തിന്. പക്ഷെ ഞാൻ എന്റെ 14 രൂപയേ ഉള്ളൂ. ഞാൻ ആ 14 രൂപ കൊടുത്തു. ഞാൻ പറഞ്ഞു ഇന്നപോലെ ഇത് അതുകൊണ്ട് ഞാൻ ബാഗ് എല്ലാം ഒന്ന് തപ്പി ഇനി അകത്താണ്ടോ ഇയാളിത് കണ്ടിട്ട് പറയാം വേണ്ട സാർ പൊക്കോ സാർ, കുഴപ്പമില്ല സാർ. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വരും, ഞാൻ നാളെ കഴിഞ്ഞ് വരും, നിന്റെ 1 രൂപ ഞാൻ കൊണ്ട് തരുമെന്ന് പറഞ്ഞു. പ്രൈസലോ. അയ്യോ വേണ്ടെന്ന് പറഞ്ഞു. പ്രൈസലോ. അതിന് ഞാൻ ഇന്നലെ ഞാൻ വീട്ടിൽ പോയായിരുന്നു. വീട്ടിൽ പോയി ഞാൻ രാവിലെ ഞാൻ ബാഗിനകത്ത് ചില്ലറ വാരി കിട്ടു. എന്നിട്ട് രാവിലെ അവന്റെ അടിക്ക് പോയി. ഇന്ന് രാവിലെ ഞാൻ ഒരു വെള്ളം മേടിച്ചു. വെളുപ്പിനെ 6 മണിയായപ്പോൾ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു ബായി ഇന്ന് മേടിക്കുന്ന ഒരു വെള്ളത്തിന്റെ കുപ്പി ഇന്നലെ മിനിഞ്ഞാത്തെ 1 രൂപ ഉണ്ടല്ലോ, ആ 1 രൂപ അടിന്നാന്ന് പറഞ്ഞു കൊടുത്തു. എന്റെ മനസ്സിൽ നിന്ന് എനിക്ക് അതിന്റെ ഈ ഒരു സംതൃപ്തി ഉണ്ടായത്. ഞാൻ യാത്ര ചെയ്യുമ്പോഴെല്ലാം 1 രൂപ എന്റെ ഉള്ളിൽ കിടക്കായിരുന്നു. അവന്റെ 1 രൂപ എന്റെ ഉണ്ടല്ലോ, അവന്റെ 1 രൂപ എന്റെ ഉണ്ടല്ലോ, അവന്റെ 1 രൂപ എന്റെ ഉണ്ടല്ലോ എന്ന്. മറ്റൊരുത്തന്റെ ഒന്നും നിന്റെ കൈ നിൽക്കരുത്. തമ്പുരാൻ അത് അല്പത്തിൽ വിശ്വസനെ അധികത്തിന് വിചാരകനാക്കും. പ്രൈസലോ. ഇപ്പൊ ആരുടെയെങ്കിലും നമ്മുടെ സഭ ഇപ്പം ബിജു പാസ്റ്റർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഇവിടെ പ്രയാസമുണ്ട്, പുള്ളി അങ്ങനെ ആരോടും പറയത്തില്ല. പ്രൈസലോ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും സഹായിക്കണം, നമുക്ക് അങ്ങനെ ചെയ്യാൻ പോകണം, ഇങ്ങനെ ചെയ്യാൻ പോകണം, അത് വെക്കാൻ പോവാണ്, പൊറോട്ട അടിക്കാൻ പോവാണ്, AC വെക്കാൻ പോവാ എന്നൊന്നും പുള്ളിക്കാരൻ പറയത്തില്ല. പ്രൈസലോ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അങ്ങ് ചെയ്തോണം. ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ച റാന്നിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വണ്ടി ഓടിച്ചുകൊണ്ട് വരിക. പ്രൈസ്. ഞാൻ വണ്ടി ഓടിച്ച് ഞാൻ വണ്ടിക്കകത്ത് ഞാൻ മാത്രമേ ഇവിടെ ഓടിച്ചുകൊണ്ട് വരിക. അങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ ചെറിയ മൂളിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ വന്ന് ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു നിർത്തവിടെ. യേശു പറഞ്ഞു നിർത്തവിടെ. പ്രൈസല്ലോ. നിർത്തി. പുറകോട്ട് പോവും. വണ്ടി തിരിക്കാൻ സവറില്ല. മുമ്പോട്ട് പോയി വണ്ടി തിരിച്ചു. പുറകോട്ട് പോവാ. സ്വർഗം സാക്ഷി കർത്താവ് നടുക്ക് നിൽക്കുന്നത് വെറുതെ പറയുന്ന കാര്യമല്ല. ഇതൊന്നും പുളുവ പറയുന്ന ചിലർക്കാർക്കൊന്നും വിയോജിക്കാൻ പറ്റത്തില്ല. പറയുന്നത് സ്തോത്രം. വണ്ടി പുറകോട്ട് വിട്ടു. വണ്ടി പുറകോട്ട് ചെന്നു. ഒരു വെയിറ്റ് ഷെഡിന്റെ അവിടെ ചെന്നപ്പോൾ ഒരു സ്ത്രീയെയും ഒരു കൊച്ചിനെയും കൂടെ കാണിച്ചു. നീ അവിടെ വണ്ടി നിർത്തുക, നിന്റെ കയ്യിൽ നിന്നും ഇത്രയും രൂപ എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അവർക്ക് കൊടുക്കാം. നിന്റെ കയ്യിൽ നിന്ന് ഇത്രയും രൂപ എടുത്തു കൊടുക്കാൻ പറഞ്ഞു. സ്തോത്രം. ഞാൻ പെട്ടെന്ന് പൈസ എടുത്തു. ഞാൻ ആ സഹോദരിയെ വിളിച്ചു. സൗകര്യം വിളിച്ച് അവർക്ക് വരാൻ മടി. നമ്മൾ ധൈര്യമായിട്ട് വാങ്ങിക്കോട്ടെ. ഞാൻ ഗോപിനാഥൻ പാഷ എന്ന് പറഞ്ഞു. അവർക്ക് ആണ്ട് മുൻകാല പരിചയമുള്ളവരെങ്കിൽ ഇരുന്നോട്ടെ. പ്രൈസലോ. ആ ഗോപിനാഥൻ പാഷ എന്ന് പറഞ്ഞു. പ്രൈസലോ. അവളെങ്കിൽ ചിരിച്ചു. വന്നാട്ടെ. സ്തോത്രം. കുഞ്ഞിനെയും കൊടുത്തോണ്ട് വരാൻ പറഞ്ഞു. കുഞ്ഞിനെയും കൊടുത്തു. പ്രൈസലോ. ഒരു മുഷിഞ്ഞ വസ്ത്രമെല്ലാം ധരിച്ച് അവർ വലിയ കപ്പാസിറ്റിയും വലിയ കഴിവില്ല. സാധു കുടുംബമാണ്. അത് കാണുമ്പോഴേ അറിയാതെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. അവർ പ്രാർത്ഥിക്കാൻ കണ്ട് പോവുകയാണ്. അവരുടെ കയ്യിലൊരു ബാഗൊക്കെ ഉണ്ട്. കാണുന്നത് ആ മുടിയെല്ലാം പാറിപ്പെടുന്നത് വല്ലാത്ത രീതിയിൽ അവരവിടെ ഒരു ചെറിയ സഭയെ പ്രാർത്ഥനയ്ക്ക് കണ്ടു പോവാണ്. ഞാൻ പ്രാർത്ഥിച്ചു വളരെ രക്ഷിക്കപ്പെട്ടോളാന്ന് എനിക്ക് മനസ്സിലായി. ആ സ്വർഗം കൊണ്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു ഇത് കൈ ഇരുന്നോട്ടോ. അയ്യോ വേണ്ട പാസ്റ്റർ. ഞാൻ പറഞ്ഞു കൊച്ചിന് നീ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുക, കുഞ്ഞിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുക. സഹോദരനെ ഇവിടെ പറയണം, എന്നെ കണ്ടതായിട്ട് പറയണം. എനിക്ക് അവനെ അറിയത്തില്ല, അവൻ എന്നെ അറിയത്തില്ല. സഹോദരൻ അവിടെ മനസ്സിനൊരു ശാന്തത ആയിക്കോട്ടെ എന്ന് ഓർത്താണ് അവർ മേടിച്ചു കേട്ടോ. അവിടെ കണ്ണങ്ങ് നിറഞ്ഞു കേട്ടോ. അവിടെ കണ്ണങ്ങ് നിറഞ്ഞിട്ട് സഹോദരൻ അവൾ അതുപോലെ ബുദ്ധിമുട്ടിയും ഭാരപ്പെട്ട് നിൽക്കുകയായിരുന്നു. ചില ആൾക്കാരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ആരോടും പറയത്തില്ല. എന്നാൽ ദൈവാത്മാവുള്ള നല്ല മനസ്സുള്ള ചില ആൾക്കാരോട് ദൈവം സംസാരിക്കും. എന്റെ വീട് സ്ഥലവും എനിക്ക് എന്റെ പേര് സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ എന്റെ കുടുംബ വീതം ഉണ്ടായിരുന്നു. എന്റെ മോക്ക് എന്റെ പെങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു. സ്വത്രം ഗുണപ്പെടാത്ത അപ്പനുണ്ടാക്കി ഇട്ടതാ. എനിക്കെങ്ങ അതിന്റെ മുതൽ വേണ്ട, അങ്ങോട്ട് കൊടുത്തു. ഞാൻ ഒരു 3 സെന്റ് സ്ഥലം മേടിച്ച് രക്ഷിക്കപ്പെട്ടതിന് മുമ്പ് ഞങ്ങൾ കുടുംബമായിട്ട് താമസിച്ചു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതും ഞാൻ എന്റെ ഭാര്യയുടെ അളിയന് കൊടുത്തു. നീ എടുത്തോളാൻ പറഞ്ഞു. ഒരു ഇരുമ്പ് വെട്ടിയും പിടിച്ച് പ്രൈസലെ പ്രൈസലെ കൈയില്ലാത്ത ഷർട്ടും കീറിയ ഒരു കൈലിയും ഇതെല്ലാം പിടിച്ചോണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു 10-12 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അയ്യോ ഗോപിനാഥൻ പാസ്റ്റർ ഈ കുഞ്ഞുങ്ങളുമായിട്ട് കിടക്കുകയല്ലേ, എവിടെങ്കിലും 2 സെന്റ് സ്ഥലം മേടിക്കണമേ. പ്രൈസ് അവര് പറഞ്ഞ 2 സെന്റാ. എവിടെങ്കിലും അവന്മാരെയൊക്കെ അസൂയ. ഒരു 2 സെന്റ് എവിടെങ്കിലും മേടിച്ച് ഒരു 2 കാലമൊക്കെ നാട്ടിൽ 2 ഓല വെച്ചാണ്ട് ഒരു ഷെഡ് നമുക്ക് സ്വന്തമായിട്ടുണ്ടല്ലോ. എനിക്കൊന്ന് ദർശനമാണ്. ഗുണപ്പെടാത്തവൻ ദൈവത്തിന്റെ സഹോദരൻ. എവിടെങ്കിലും കപ്പക്കാലതായിട്ട് ഷെഡ് വെക്കാൻ വേദവസത്തിൽ വനം പറഞ്ഞിട്ടുണ്ടോ? നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത്, അത് കോളാണെങ്കിലും വീടാണെങ്കിലും കൊച്ചിനെ കെട്ടിക്കുന്നതാണെങ്കിലും ജോലിയാണെങ്കിലും എല്ലാം നല്ലതായിരിക്കണം. അവൻ സാധനം നന്നായി ചെയ്തെന്ന് പറഞ്ഞിരിക്കും. എല്ലാം നന്നായിട്ട് ചെയ്യാനും. അതിന് ആരെങ്കിലും കണ്ണു പിടിക്കും. ഷർട്ടൊക്കെ നല്ല ഷർട്ട് ഇടാവും, പാൻറ്റൊക്കെ നല്ല പാൻറ്റൊക്കെ ഇടണം. പ്രൈസലോ. സ്തോത്രം. അല്ലാതെ പാക്കാൻ പഠിച്ചു കറച്ച പാൻറ്റും വെടിമരുന്നിന്റെ വേണവും അണ്ണാച്ചയുടെ കടമെടുത്താൽ 150 വേണേ കുളങ്കലിക്ക് ചുരിദാറും ഒക്കെ ഇട്ടാച്ച് വരരുത്. സ്തോത്രം. ഉള്ളത് കൊണ്ട് ഓണം പോലെ ദൈവത്തിന് സ്ഥലം അരച്ച് തേച്ച് നല്ല ഭംഗിയായിട്ട് നടക്കണം. ഇന്നല്ലെങ്കിൽ നാളെ അതിനെല്ലാം ദൈവം സെറ്റപ്പും കെറ്റപ്പും വരുത്തും. ഇപ്പം ഭവനമൊക്കെ ചെറുതാ. അടുത്ത കൊല്ലത്തിലും നോക്കൂ. ഇപ്പൊ നിന്റെ ഉള്ളിലുണ്ട് ദൈവമേ ബിജു പാസ്റ്ററും ആ സഭക്കാരും ഒക്കെ വിളിച്ച് വീട്ടിലൊന്ന് പ്രാർത്ഥിക്കാനുള്ളതായ എല്ലാവരും കൂടി ഇരിക്കാനൊരു അന്തരീക്ഷമില്ല. പൊട്ടുകുറ്റിക്കകത്ത് അരിപ്പൊടി കയറ്റിയ പോലെ ഇപ്പം വരുന്നവരെല്ലാം ഇതിന്റെ അകത്ത് ഇരിക്കുന്നത്. ഇതിനൊരു വിശാലത വേറെ വരും. ഇതിന് അതിന് കുഴപ്പമൊന്നുമില്ല. ഒരു നന്മയുടെ വാതിൽ ദൈവം തമ്പുരാൻ തുറക്കുന്നുണ്ട്. അതിന് നാട്ടുകാരുടെ വീട്ടുകാരുടെ കടം പറഞ്ഞ് ബാങ്കിൽ ചെന്ന് ലോണൊന്നും എടുക്കാൻ പോകണ്ട. ദൈവം അതിന് മേൽ കൽപ്പിച്ചിട്ടുണ്ട്.
ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട്, അത് തെയ്യും. പ്രൈസലോ. ഞാൻ അവിടെ തന്നെ എടുത്തു, സ്ഥലം മേടിച്ചു, ഒരു 10 ദിവസത്തിന്റെ സ്ഥലം മേടിച്ചു, കല്ല് ഇറക്കി, കിണറും വെട്ടി, അതെല്ലാം വെട്ടി കഴിഞ്ഞപ്പം പ്രൈസലോ ദൈവം എന്നോട് പറയാ, നിന്നോട് ഞാൻ വീട് പണിയാൻ പറഞ്ഞോ, ഇവിടെ മേടിക്കാൻ പറഞ്ഞോ? ഇല്ല. അത് മുഴുവൻ ഞാൻ വീറ്റ് ഞാൻ ആൾക്കാരെ അങ്ങോട്ട് സംഘടിപ്പിച്ചു. 6-7 പേരെ സംഘടിപ്പിച്ച് മൈക്ക് സെറ്റും കീബോർഡും എല്ലാം പിടിച്ച് കേരളത്തിന്റെ പല ഭാഗത്തെ കൺവെൻഷൻ നടത്തിയ കാശ് മുഴുവൻ അടിക്കാൻ തീർത്തു. ഗോപിനാഥന് സമാധാനമായി. ഒരാൾ പറഞ്ഞു, പ്രൈസ് അയക്ക് വാട്ട അയാളുടെ സ്ഥലവും വീടും വീട്ടേച്ച് അയാളുടെ സുവിശേഷവാ കുന്തവാ കുടച്ചക്രവാന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ കാശ് മുഴുവൻ നടത്തി. ആ പിള്ളേർക്ക് ആരുണ്ട്, എവിടുന്ന് കിട്ടും, എന്നാ കിട്ടും? പ്രൈസ് ലോർഡ്, സ്തോത്രം. നീ നിന്നെ പണിക്ക് പോടയോ? ഞാൻ അറിഞ്ഞ ഒരു വിശ്വസിച്ച ദൈവമുണ്ട്. അവരെന്നെ വഴിയാധാരം വെക്കുന്ന ദൈവമല്ല. മംഗലാപുരം പട്ടണത്തിൽ കാലിക്കുപ്പിയുമായിട്ട് ഒരു നിവൃത്തിയില്ലാതെ ആത്മഹത്യയ്ക്ക് വേണ്ടി നടന്ന ഒരു മനുഷ്യനെ ലോകത്തിന്റെ രാജ്യങ്ങളുടെ സത്യസുവിശേഷത്തിന് ഉപയോഗിക്കാൻ ആ കരത്തിന് കഴിയുമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കാൻ ആ ദൈവം മതിയായവനാണ്. എനിക്ക് നാട്ടുകാരുടെ വാക്കിന്റെ ആവശ്യമില്ല, സ്വന്തക്കാരുടെ കൽപ്പനയ്ക്ക് ആവശ്യമില്ല. എന്നെ സ്നേഹിച്ച് എന്നെ ഇത്രയും വിളിച്ചുകൊണ്ടുവന്ന് എന്റെ ദൈവം എനിക്ക് വേണ്ടി സകലതും കരുതും. നിനക്ക് വേണ്ടി കരുതും ദൈവമാ. സ്തോത്രം. അത് മുഴുവൻ വിറ്റിയാന്ന് കൊടുത്തു. പ്രൈസ്. പിന്നെ വീടില്ല, 16 പേരം വീടുകളിൽ താമസിച്ചു. പ്രൈസ്. ഒരു വീട്ടിൽ താമസിച്ച് അവരെന്നെ അടിച്ചിറക്കി. ഞാനും എന്റെ ഭാര്യയും പിള്ളേരും എല്ലാം കൂടെ റോഡ് വക്കിനകത്ത് പോയി കടന്നു. ഉടനെ പേരെ വിളിച്ചോണ്ട് പോയി. ഇപ്പം വീടായി, താമസിക്കുന്നു. പക്ഷെ എന്റെ പേരിൽ 1 സെന്റ് ഭൂമി വരുമില്ല. എന്റെ മോള് പോയി ജോലി ചെയ്ത് പണം ഉണ്ടാക്കി. അവർ ആ ഏരിയയിൽ പാസ്റ്റർമാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വീട് നമ്മുടെ വീടാണ്. സ്തോത്രം. അവിടെ അതിന്റെ മുകളിലൊരു ഷെഡിന്റെ അകത്ത്, അതിന് മുകളിനകത്ത് ഏറ്റവും മുകളിലത്തെ മുറിക്കകത്ത് കൂട്ടിൻ കുരുകിൽ തനിച്ച് കുരുകിൽ പാർക്കുന്നത് പോലെ പ്രൈസൽ ഗോപിനാഥൻ കുരുകിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുക. പ്രൈസലോ. സ്തോത്രം. എന്തിനെക്കുറിച്ച് ഒരു ആക്രാന്തം വരരുത്. സമയത്ത് തക്ക സമയമാകുമ്പോൾ ദൈവം എല്ലാം ഭംഗിയായിട്ട് ചെയ്യും. ഉത്തരവാദിത്തപ്പെട്ട കരങ്ങളിൽ നിന്റെ കുഞ്ഞുങ്ങളെ കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില ചെറുകിട രോഗങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കർത്താവ് സൗഖ്യം പാടും. ആദ്യം കയറി പിടിച്ചെങ്കിലേ നീ ഗുണപ്പെടത്തുള്ളൂ, ഗുണപ്പെടത്തില്ല. പ്രൈസലോ. ചില അവശിഷ്ടങ്ങൾ നിന്റെ മനസ്സിലും നിന്റെ ഹൃദയത്തിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. അതിന് ചിലരെ രോഗത്താൽ പിടിച്ചെങ്കിലേ ചിലരെ മാനസാന്തരത്തിലേക്കും അനുതാപത്തിലേക്ക് നടത്താൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ ഒരു ജോൺസൺ ഉണ്ടായിരുന്നു, പാസ്റ്റർ ജോൺസൺ. അവന്റെ ഭാര്യ സുന്ദരിയായ ഭാര്യയായിരുന്നു. അവൾ അഹങ്കാരിയായിരുന്നു. പെന്തക്കോസുകാരിയായിരുന്നു. അവൾ അഹങ്കാരിയായിരുന്നു. അവളെ സൗന്ദര്യം, അവൾ മറ്റ് കറുത്ത പെൺകുട്ടികളെയും തലമുടി പറഞ്ഞ സഹോദരിയും കാണുമ്പോഴത്തേന് അവൾ പുച്ഛത്തോടെ പ്രൈസല അവിടെ ഉള്ളിലുണ്ടായിരുന്നു. പുച്ഛത്തോടെ മുടിയില്ലെന്ന് അരിവാല് വല്ല മുടിയുള്ളു, കൈ ഷോടാക്കപ്പിയുടെ കവള് വരായിരിക്കുന്നത്. എന്നിട്ട് അവള് കണ്ണാടി നോക്കി ഒരു ഷൈൻ ചെയ്യും. ഒരു ദിവസം ഒരു അടുക്കള ചപ്പാത്തി ഉണ്ടാക്കി കയറിയതാ. ഇന്ത്യൻ ഗ്യാസിന്റെ അടപ്പ് ടാപ്പ് തന്നിട്ട് മൊത്തമായി ഇവിടെ മുന്നിക്കോട്ട് പൊട്ടി അങ്ങോട്ട് വീണു. ദൈവത്തിന് സ്തോത്രം. തട്ടുകട പൊറോട്ടായിക്ക് മാ പിടിക്കുന്നവരെ മുഖം ചളുങ്ങിപ്പോയി. സ്തോത്രം. കണ്ണിന്റെ കൃഷ്ണമണ്ണി രണ്ടൊന്ന് തെക്കോട്ടും ഒന്നും വടക്കോട്ടും പോയി. മൂക്കൊക്കെ കുരങ്ങന്റെ മൂക്ക് പോലായി. പ്രൈസലോ. കവളെല്ലാം കിഴിഞ്ഞു പോയി, മാംസം തുറിച്ചു പോയി, കൈയുടെ വിരൽ 5 മാറ്റി. പ്രൈസലോ. അങ്ങനെ ചത്തില്ല, കൊന്നില്ല ദൈവം. ആ രൂപത്തിൽ ഇവിടെ മുഖത്തിന്റെ ഷേപ്പ് എല്ലാം മാറി ഒരു വല്ലാത്ത പ്രാകൃത രൂപത്തിലാ. പിന്നെ ഇവിടെ സഭയ്ക്കകത്ത് സാക്ഷി പറയാൻ തുടങ്ങി. സഹോദരിമാരെ, നിങ്ങളെന്നെ കാണണം, ഞാൻ സുന്ദരിയായിരുന്നു, എനിക്ക് അഹങ്കാരമുണ്ടായിരുന്നു, എനിക്ക് മറ്റു സഹോദരിമാരെ കാണുമ്പോൾ എനിക്ക് വലിയ വിരോധവും ദോഷവും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഗ്യാസിൽ കൂടെ എനിക്ക് മാറ്റങ്ങളും രൂപാന്തരങ്ങളും ഉണ്ടായിരുന്നു. വല്ല ആവശ്യമുണ്ടോ? സൗന്ദര്യത്തിൽ അഹങ്കരിക്കരുത്, സമ്പത്തിൽ അഹങ്കരിക്കരുത്, ഒന്നിലും അഹങ്കരിക്കരുത്. ഒന്നിലും അഹങ്കരിക്കരുത്. എനിക്കും എന്റെ കർത്താവായ യേശുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത്. സ്തോത്രം. കൊച്ചുങ്ങളൊക്കെ ഗതി പിടിച്ച് നല്ല നിലയും നല്ല ജോലിയും വേലയും കൈ നിറച്ച് കാശും വീട് നിറച്ച് കുഞ്ഞുങ്ങളും ഒക്കെ ആയി, മക്കളൊക്കെ വളർന്ന് നല്ല സൗന്ദര്യമുള്ളതായി പ്രേംനസറിനെ പോലെയൊക്കെ ആയി കഴിയുമ്പോഴത്തേന് നെഞ്ചു വിരിച്ച് നടക്കരുത്. അവനെയൊന്നും മക്കളെ പോലെ എന്റെ മക്കളെല്ലാം മാടയാ കൊളയാ മാങ്ങാത്തിലെ എന്ന് പറഞ്ഞ് നടക്കരുത്. സ്തോത്രം. ഒരു ദിവസം പോലീസ് നിന്റെ വീട്ടിൽ വരും. ഇത് ഫിലിപ്പിന്റെ വീടാണോ? അതെ, ഒരു താമസിച്ചുണ്ട് കേട്ടോ. നിങ്ങളുടെ മോനാണോ? അയ്യോ, മിസ്റ്റർ ബാബു. അതെ, നല്ല 2 കുതി കഞ്ചാവ് പോയിട്ടാ കൈക്കോട്ട് കൊടുത്ത് പിടിച്ചിട്ടുണ്ട് പറഞ്ഞു. അവന്റെ ഞെളിയും പോയി, അവന്റെ പരിപാടിയും പോയി, അവന്റെ എല്ലാ പരിപാടിയും പോയി. പ്രൈസലോ. ഈ എറണാകുളത്ത് ഒരു SP ഉണ്ടായിരുന്നു, ജോർജ് ചെറിയാൻ. അവനെ ഒരു BSc പഠിച്ച ഒരു ഗതിയും പരഗതി ഇല്ലാതെ ഞാൻ വാടകയ്ക്ക് താമസിച്ചെടുത്ത് വായ്പാട്ടിന് പറയാൻ വാടകയ്ക്ക് താമസിക്കുക. കത്തോലിക്കനാ. അപ്പൊ അവനോട് പറഞ്ഞു, നിങ്ങൾ ഈ കൈ നോദേശത്ത് എന്ന് പാർത്തപ്പോ എവിടെയാ ഉപദേശി അവന് ഭാര്യയെ കിട്ടിയത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള വിഷയങ്ങളല്ല നീ ഇപ്പൊ അന്വേഷിക്കേണ്ടത്. എവിടെങ്കിലും ഒരു പണി കിട്ടി തന്തയും തള്ളയും പട്ടണി കിടക്കാതിരിക്കാനുള്ള പണി നോക്കാൻ പറഞ്ഞു. ഒത്തിരി അന്വേഷിക്കുന്നുണ്ട് പാസ്റ്ററെ, കിട്ടുന്നില്ല. പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുവോ? നീ പ്രാർത്ഥിച്ചാൽ കേൾക്കത്തില്ല, ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് കുടമുരുട്ടി പമ്പയ്ക്ക് പറയാം കൺവെൻഷൻ, നീ വരുന്നെന്ന് ചോദിച്ചു. പ്രൈസ് വരണോ?
അവർ നീ സൗകര്യം ഉണ്ടാവാ. അപ്പൊ ഞാൻ എന്റെ ബുള്ളറ്റ് കയറ്റി ഇവനെ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇവൻ ആദ്യം പെന്തക്കോസ്തുകാരുടെ യോഗത്തിൽ വരുന്നത്. ആ യോഗത്തിൽ ഇവൻ സമർപ്പിച്ചു കേട്ടോ. മുമ്പോട്ട് ഇങ്ങോട്ട് വന്നു പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു. അന്ന് അവന് വിടുതലായിരുന്നു. പിറ്റേ ദിവസം പറഞ്ഞു, അച്ചായ ഞാൻ BSc പാസ്സായവനാ, എനിക്ക് ജോലിയില്ല, ഞാൻ വലിയ ബുദ്ധിമുട്ടില്ല, പെങ്ങനെ കെട്ടിച്ചിട്ടുമില്ല, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു വഴി എനിക്ക് ഉണ്ടാകണം, പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. ഞാൻ അവനോട് പറഞ്ഞു LICക്ക് ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, കേരള പോലീസിലേക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അന്ന് കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, നിനക്ക് വിശ്വാസം വേണം. ഞാനുണ്ട്. എനിക്ക് ഇന്നലത്തെ ആ ശുശ്രൂഷ, ആ പ്രസംഗത്തിൽ പങ്കെടുത്ത് എനിക്ക് മനസ്സിന് വലിയ പരിവർത്തനം നൽകി കേട്ടോ. ഞാൻ പറഞ്ഞു കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. സ്വത്രം. അപ്പം നീ അടുത്ത ആഴ്ച കത്തോലിക്ക പള്ളി കുർബാന എടുക്കാൻ പോയില്ല, ആ കുന്തം എടുക്കരുത്. അവിടെ ഘടകകക്ഷികളൊക്കെ വായി വിളിച്ചിരിപ്പുണ്ട്. പ്രൈസലോ ഗീവർഗീസിനും മേരിക്കുട്ടിയും കൊരട്ടിമുത്തിയും കവിയൂർപ്പനും ഒക്കെ ഉണ്ട്. അവരുടെ മുമ്പിൽ ചെന്ന് എന്റെ പൊന്നമ്മയെന്നും പറഞ്ഞ് നമസ്കരിക്കരുത്. കർത്താവിനെ മാത്രമേ നിന്റെ ഹൃദയത്തിൽ ഓർക്കാവൂ, അവനാണ് നിന്റെ പാപത്തിന് വേണ്ടി മരിച്ചത്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ 2നും മറുപടി വന്നു. അവന് തിരുവനന്തപുരത്തോട്ട് ഇന്റർവ്യൂവിന് ചെല്ലാൻ പറയുന്നു. LICയുടെ 4ാം റാങ്കിൽ പാസ്സായി. സ്വത്രം. തിരുവനന്തപുരത്ത് പോയി പോകാൻ പൈസയില്ല. എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ കാശുമില്ല, കാണുമോ വിളിച്ചിട്ടെടുക്കാൻ. ഞാൻ ചെന്തിനാണ്? സ്വത്രം. തിരുവനന്തപുരത്തിന് പോകാനായിട്ട്. എനിക്ക് കാശില്ല. ഇല്ല. പ്രൈസ്തലോ. 500 രൂപയും കൊടുത്തു. ഗീതയോന്റെ ഒരു പുതിയ നിയമം ബൈബിളും കൊടുത്ത് പ്രാർത്ഥിച്ച് കയറ്റി വിട്ടു. അവിടെ ചെന്നപ്പോൾ IG ലക്ഷ്മണ അവിടെ ഇന്റർവ്യൂ ഇരിക്കുന്നത്. രാജൻ കേസിലുണ്ട് IG ലക്ഷ്മണ. ഗുണ്ട് കൈ കൊടുത്ത് എറിയാനായിട്ട് ഫിസിക്കൽ ടെസ്റ്റിന് 10 മീറ്റർ മതി. ഇവൻ പരിശുദ്ധാത്മാവെ ശക്തി വരണമെന്ന് പറഞ്ഞ് ആഞ്ഞൊരു താങ്ങി 15 മിനിറ്റ് അപ്പുറം എന്ന് വീണു. അയാൾ പറഞ്ഞു വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, കമൺ ബോയ്. ബോയ് അടുത്തോട്ട് ചെന്നു. പ്രൈസലോ. ബോയിയോട് ഇവൻ പരിശുദ്ധാത്മാവെ ശക്തി പകരണമേ എന്ന് പറയുന്നത് ഇയാൾ കേട്ടു. ഇയാൾ ഒരു പകുതി ക്രിസ്ത്യാനിയായിരുന്നു. ഇയാൾ പറഞ്ഞു ഈ ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യം ഏതാണെന്ന് ചോദിച്ചു. അത് പറഞ്ഞു യേശു കരഞ്ഞു എന്നുള്ളതാണെന്ന് പറഞ്ഞു. സ്വത്രം. വെരി ഗുഡ്, നീ പാസ്സായി പൊക്കോളാൻ പറഞ്ഞു. 5 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കണം അന്ന് കയറണമെന്നുണ്ടെങ്കിൽ. ഈയിടെ സമ്മർദ്ദം മൂലം 1/2 അണ കൊടുക്കാതെ പിറ്റേ ദിവസം അവനോട് വന്നു. എന്നോട് പറഞ്ഞു, അച്ഛാ സംഗതി പാസ്സായി കേട്ടോ. ഞാൻ പറഞ്ഞു കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. പുറപ്പെടാത്ത ഇവന്റെ അപ്പൻ പിറ്റേ ദിവസം പള്ളിയിൽ പോകാൻ നേരത്തുണ്ടല്ലോ, കോടതി ഇങ്ങോട്ട് വലിച്ചോട്ട് റോഡിൽ കൂടെ, എന്റെ മോന്റെ തലേ തൊപ്പി ഒന്ന് കയറിക്കൊണ്ടടാ, നിനക്കൊണ്ടൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് ശത്രുക്കളെ വഴിയെ കൂടെ നടന്നു. ഞാൻ പറഞ്ഞത് ഇതിന്റെ ശിക്ഷകൾ മേടിച്ചു കൂട്ടത്തിലോടെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോ ആരാണ്ട് ഹൈക്കോടതി കേസ് കൊടുത്ത് എടുത്തവരെ മുഴുവൻ തള്ളിക്കളഞ്ഞു. പ്രൈസലോ. ഇവൻ നനഞ്ഞ കോഴിയെ പോലെ കയറി വരുന്നു. ഞാൻ പറഞ്ഞു എന്നാ പറ്റി? അച്ഛനെ മൊത്തം തള്ളി. ഞാൻ പറഞ്ഞു എന്റെ അപ്പനെ കാണിച്ച മഹാവൃത്തികെട്ട പരിപാടിയാന്ന് പറഞ്ഞു. തമ്പുരാനൊരു കർത്താവ് അഹങ്കരിക്കുന്നിടത്തൊന്നും പ്രവർത്തിക്കത്തില്ല. താഴ്മയോടും വിനയത്തോടും കൂടെ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത്രയൊക്കെ നടത്തിയല്ലോ അപ്പ, ഞാൻ ഒന്നുമില്ലായിരുന്ന സ്ഥാനത്ത് എന്റെ മോന് വേണ്ടി ഒരു വഴി തമ്പുരാൻ തുറന്നല്ലോ എന്ന് പറയേണ്ട സ്ഥാനത്ത് പ്രൈസലോ ഇയാൾ കിളവനങ്ങ് SI ആയിരുന്നു കയറ്റിവിട്ട്. പ്രൈസലോ. പുള്ളി കണ്ട മോനെ അഹങ്കരിച്ചു. നെബൂഖദ്നേസർ രാജാവ് അഹങ്കരിച്ചപ്പോൾ അവനെ ദൈവം തമ്പുരാൻ പ്രൈസലോ കാളയെ പോലെ 4 കാലെ നിർത്തി വായിക്കൂടെ പുല്ല് കയറ്റി പുറകിൽ കൂടെ ചാണകം വിട്ടു. ഇതിൽ കൂടുതൽ വല്ലതും വേണോ പ്രിയപ്പെട്ടവരെ? ഷേപ്പ് മാറരുത്, 4 കാലെ കുത്തി ടോയ്ലറ്റിലേക്ക് പോകരുത്, വടിയും കൊണ്ട് ഓഞ്ഞോഞ്ഞ് പോകരുത്, കൈ കെട്ടി തൂക്കി ഇരിക്കരുത്, കിറി ഓടി സ്വാത്രം പറയരുത്. ഇതിനുള്ള ഗതികേടൊന്നും ഉണ്ടാകരുത്. മനസ്സിലായല്ലോ പറഞ്ഞു. വടി കൊടുത്ത് അടി മേടിക്കരുത്. ദൈവത്തിന് മഹത്വം. ഞാൻ തന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവമക്കളെ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നുവെങ്കിൽ സകലിൽ നമ്മൾ ആരോഗ്യമുള്ളൂ. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും നിങ്ങൾക്ക് തരുന്നു. വിജിപാഷക്ക് രോഗശാന്തി അടുത്ത വർഷം മുതൽ ചില അത്ഭുത രോഗികളെ കർത്താവ് സൗഖ്യമാക്കുമ്പോൾ തന്നെ മെഡിക്കൽ ഷർട്ടിൽ കൊടുക്കാനുള്ള കാശ് ലിസി കൊണ്ടു കിടക്കണ തുകയൊക്കെ ഉണ്ടല്ലോ, ഇവിടെ കൊണ്ട് വെക്കണം. എന്തിനാണെന്നറിയാമോ? പാവപ്പെട്ട ദൈവമക്കൾക്കും ദൈവകാര്യങ്ങൾക്കും ആത്മീയ കാര്യങ്ങൾക്കും സുവിശേഷത്തിന് വേണ്ടി. നിന്റെ ആശുപത്രി കാശ് കൊണ്ട് അവിടെ മെഡിക്കൽ ഷർട്ടും ലിസി ആശുപത്രി പണിയാൻ ദൈവം ഇടയാക്കരുത്. ചില പുള്ളികളുടെ കയ്യിലൊക്കെ കോടിക്കണക്കിന് രൂപ ഉണ്ട്. എന്നിട്ട് പാസ്റ്റർമാരെയും മറ്റു ദൈവമക്കളെയൊക്കെ കാണുമ്പോൾ തന്നെ പ്രൈസോല ഇങ്ങനെയൊക്കെ പോകുന്നു, ജോലിയൊക്കെ ഉണ്ട്, ഇച്ചിരി പെൻഷൻ കാശൊക്കെ ഉള്ളവരാ, ഞങ്ങളൊക്കെ ജീവിച്ചു പോകുന്നു. ആ ഇടയ്ക്ക് ഇവന് അറ്റാക്ക് വന്നപ്പോ കാർഡിയോളജിസ്റ്റ് പറഞ്ഞു ലീലാമ്മയുടെ ഹാർട്ട് മാറ്റി വെക്കണം, മകളുടെ സംഗതി എല്ലാം വീക്കായിട്ടിരിക്കുക, PVCയുടെ പൈപ്പ് ഇട്ടാൽ പോലും റെഡിയാകത്തില്ല, അത് മൊത്തം തൂത്തുവാരി പുറത്ത് കളഞ്ഞ് പുതിയ ഹാർട്ട് കയറ്റണം, അതിനെല്ലാം കൂടെ 50 ലക്ഷം രൂപ വേണം. പ്രൈസോല പറഞ്ഞ ഭാര്യ ഭർത്താവിനെ ഒന്ന് നോക്കി, ഇവിടെ നിന്നുണ്ടാക്കുക ക്യാഷ് ഓൺ ഡ്രൈവ്. ഞാൻ ഉണ്ടായിരുന്നതല്ലേ പ്രൈസലോ, ക്യാഷ് ഓൺ ഡ്രൈവ് ഉണ്ടായിരുന്നു. പ്രൈസലോ ആശുപത്രിക്കാർക്ക് 50 ലക്ഷം കൊണ്ട് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ടും അയലക്കത്ത് കടന്ന മേരിക്കുട്ടിയുടെ മോള് കുഞ്ഞുമോള് കല്യാണത്തിന് പ്രൈസളോ അമ്മാമ ഒരു 10 പ്ലേറ്റ് ബിരിയാണിയെങ്കിലും കൊടുക്കാനൊരു പൈസയുടെ കാര്യം ക്രമിക്കണം. നീ എവിടുന്ന് അടി വേണ്ടേ പറയുന്നത്? എവിടുന്ന് കിട്ടാനായിട്ട് അതിനൊക്കെ അറിയത്തില്ല കാര്യങ്ങളൊക്കെ. ആ കൊച്ചൻ കോരിയൊന്നും ചെറിയതുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്നത് പ്രൈസളോ ഇവിടെ ചങ്ക് വെട്ടിക്കേറി വെക്കാൻ 50 ലക്ഷം കൊണ്ട് കൊടുത്തു.
തികഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ കഴിവും പ്രാപ്തി അനുസരിച്ച് നിന്റെ സഭയ്ക്കും നിന്റെ സഹോദരങ്ങൾക്കും നിന്റെ ദൈവദാസനും നിന്റെ കൂട്ടു സഹോദരങ്ങൾക്കും നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം ആർക്കും കടക്കാരനല്ല. പൊറുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തിക്കുലിക്ക് നല്ല ഒരാളോ നിന്റെ കയ്യിൽ തരും. എന്റെ വിജയം അതാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഏറ്റവും വലിയ സഭയിലായിരുന്നു മീറ്റിംഗ്. അവിടെ ചെന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നീ എഴുന്നേൽക്കുമ്പോഴേ പറഞ്ഞേക്കണം കാശും ആയിട്ട് ആരും വന്നേക്കരുതെന്ന് പറഞ്ഞേക്കണം. ഒറ്റ കുഞ്ഞുങ്ങൾ കാശുമായിട്ട് വരരുന്നു. അവിടെ ഉള്ളതാ. അവിടെ ഉള്ളതെല്ലാം വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ദൈവമക്കളാണ്. അവിടെ ചെല്ലുന്നവർക്കെല്ലാം ചെല്ലുന്ന ഉപദേശിമാർക്കെല്ലാം രഹസ്യമായിട്ട് പ്രൈസ് ദി ലോർഡ് അവർ നല്ല എമൗണ്ട് കൊടുക്കും. വന്നവരല്ല പ്രൈസ് ദി ലോർഡ്. അവർക്ക് ഭയങ്കര സന്തോഷം. പോത്തിന്റെ കടിയും മാറി കാക്കയുടെ വിശപ്പും പോയി. അങ്ങനെ ഉപദേശിമാര് വരുന്നു. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, അവരുടെ കാശ് നീ മേടിക്കരുതെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വന്നിട്ട് എനിക്ക് അവരോട് സംസാരിക്കാനുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ആരും ദയവായിട്ട് കാശ് കൊണ്ട് വരരുത്. കാശ് സമ്മാനം രാജാവിന് തന്നെ ഇരിക്കട്ടെ. എനിക്ക് ദൈവം തന്ന ദൂതി ഞാനിവിടെ പറയും. നിങ്ങൾക്ക് സൗകര്യമുണ്ട് നിങ്ങൾ എന്നോട് പ്രസംഗം തുടങ്ങിയത്. ഓത്രം ശക്തമായ നിലയിൽ ശുദ്ധീകരണ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവമക്കളെ ദൈവം സഹായിച്ചു. ദൈവശബ്ദം ദൈവസാന്നിധ്യങ്ങളോട് നമുക്ക് അമാനുഷികമായ ശക്തി ഉണ്ടാകും. ഭയങ്കര ധൈര്യമായിരിക്കും. നമുക്ക് ഒത്തിരി പേടി ഉണ്ടാകത്തില്ല. പീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന വ്യായികളെ മുഴുവൻ നിങ്ങൾ എന്റെ അഡ്രസ് കൊടുത്ത് പറഞ്ഞുവിട്. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ഗോപിനാഥൻ മ്ലാമല പുളിവേലിൽ ഇവിടെ പരിയാരം പെയ്യോ വല്ലപ്പള്ളി എന്ന് പറഞ്ഞുള്ള വ്യായിനെല്ലാം അങ്ങോട്ട് കയറ്റിവിട്. ഇത്ര വ്യായികളുകളിലും വന്നോട്ടെ. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാം വരും. വ്യായികൾ വരും. ഈ പോകുന്നിടത്ത് അഴിഞ്ഞു പോയ വ്യായികളെല്ലാം തേടി പിടിച്ച് വല്ലപ്പള്ളി വരും. വല്ലപ്പള്ളി വന്ന് എന്റെ വീടിന്റെ ഫ്രണ്ടിലോട്ട് വന്ന് സാത്താൻ വന്ന് നോക്കുമ്പോഴാ കർത്താവിനെ ആരാധിച്ചു നീ പോകുന്ന വീടിന് ചുറ്റും ആറുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവവേലയും കരുതലുമുണ്ട്. അപ്പൊ അവിടെ ഭക്തന്മാർക്ക് ചുറ്റും തന്നെ ദൂതന്മാർ പാളയന്മാർ അവരെ വിടുവിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തുള്ള ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ എടുക്കത്തില്ല. സാത്താൻ നിന്റെ ദേഹത്ത് കയറിയെന്ന് പ്രവർത്തിച്ച് ഇതിലേ വന്നെന്ന് എങ്ങനെ വന്നെന്ന് ദൈവത്തിൽ നിന്നും ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടുന്നില്ല. നീ വീണ്ടും ജനനം പ്രാപിച്ചവനാണെങ്കിൽ, ദൈവത്തിൽ ജനിച്ചവനാണെങ്കിൽ നിന്റെ ഈ ശരീരത്തെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. തൊട്ടാലോ വിവര പറയും, നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു. നിങ്ങളുടെ വാക്കുകൾ എന്റെ വാക്ക് കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ നടുക്കത്തെ കറുത്തിരിക്കുന്ന കൃഷ്ണമണിക്കിട്ട് കൈക്കിട്ട് കുത്തുന്ന പോലെ സാത്താൻ രക്ഷിക്കപ്പെട്ട് ശാനപ്പെട്ട് കർത്തൃമേശയെടുത്ത് ആരാധനയ്ക്കിരിക്കുന്ന കുഞ്ഞ് നിനക്കെതിരായിട്ട് ഉയരുന്ന കറുത്ത ശക്തികളെ സ്വർഗം തള്ളിക്കളഞ്ഞ വാഴ്ചകൾ എടുത്താൽ ദൈവം അതിനുമേൽ നടപടിയെടുക്കും. അതുകൊണ്ടാണ് പിശാച് പറഞ്ഞത്, നസറേയനായ യേശുവേ ഞങ്ങളെ വിടൂ. സമയത്തിന് മുമ്പ് ഞങ്ങളെ നശിപ്പിക്കാൻ വന്നോ? കാരണം നശിപ്പിക്കാനുള്ള ആളാ വന്നിരിക്കുന്ന. അവരുടെ പള്ളിയിൽ വ്യായുണ്ടായിരുന്നു. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യന്റെ ഭൂതം വിളിച്ചു പറഞ്ഞു, നസറേയനായ യേശുവേ സമയത്തിന് മുമ്പേ ഞങ്ങളെ നശിപ്പിക്കരുത്. നീ ഞങ്ങളെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നു. യേശുവിനോട് പറയാ. യേശു പറഞ്ഞു പോകാൻ പറഞ്ഞു, മക്കളാൻ പറഞ്ഞു. ഉമ്മാരെ എല്ലാം കൂടെ ഇന്റർനാഷണൽ അമേരിക്ക പിയായിനെയും ഗൾഫിലെ പിയായിനെയും കൊച്ചി പിയായിനെയും എല്ലാം കൂടെ മൊത്തം ഒരു പിടിപിടിക്കുന്നുണ്ട്. വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന നസറേയനായ യേശു തേജോമനായി അവൻ അനന്തരം ഒരു വെള്ളസിംഹാസനം കണ്ടു. ഭൂമിയും ആകാശം അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. കൊച്ചിയില്ല, ലണ്ടനില്ല, ഹോങ്കോങ്ങില്ല, കുതിരവെട്ട മീൻപിടുത്തമില്ല, കരിമീനില്ല, ഞണ്ടില്ല, വണ്ടില്ല, കാടയില്ല, കൂടില്ല, ഒന്നുമില്ല. സ്വത്രം നഗ്നരായിട്ട് മനുഷ്യ സമൂഹം കോടികളിങ്ങനെ നിൽക്കുകയാണ്. ഇതാ ഒരു സിംഹാസനത്തിന് മുമ്പിൽ ഇരിക്കുന്നു. യഹൂദൻ തള്ളിക്കളഞ്ഞതും ക്രൂശന്മേൽ മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതുമായ ദൈവരാജ്യത്തിന്റെ മഹാരാജാവ് നിത്യരാജാവായിട്ട് അവൻ കസേരയിൽ ഇരിക്കുകയാണ്. ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ജീവന്റെ പുസ്തകം തുറന്നു, പേരുകൾ വായിച്ചു. ദൈവത്തിന് സ്തോത്രം. കൊച്ചിയിലെ ഓരോ വീട്ടുപേര് വായിച്ചു. ആ വീട്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരുടെ പേര് വായിച്ചു. സഭയ്ക്കകത്ത് പേരുള്ളവരുടെ പേര് വായിച്ചു. ഇതിന്റെ ഒരു പകർപ്പ് സ്വർഗത്തിലുണ്ട്. മാനസാന്തരപ്പെട്ടവരുടെ പേരുകൾ ഓരോന്ന് വായിച്ചു. സ്ഥാനപ്പെട്ട തീയതി, രക്ഷിക്കപ്പെട്ട തീയതി, മാനസാന്തരപ്പെട്ട തീയതി, യേശു രക്ഷിതമായി സ്വീകരിച്ച തീയതി, ഇതെല്ലാം വായിച്ചു. അതിന് ജീവപുസ്തകത്തിന്റെ പേജിന്റെ അകത്ത് എന്റെയും നിന്റെയും പേര് എഴുതിയിരിക്കുന്നു. പേര് വായിച്ചു. ആണിന്റെയും പെണ്ണിന്റെയും പേര് വായിച്ചു. സ്വോത്രം. പേര് വായിച്ച കൂട്ടത്തിൽ വായിച്ചു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ നിൽക്കുക. എന്റെ പേര് അടുത്ത നിന്റെ പേര് വായിച്ചു. ഓരോരുത്തരെ വായിക്കുന്നില്ലേ ഉള്ളൂ. ഇപ്പൊ ഞാറൊക്കെ ഉള്ളവരെ ആയുള്ളൂ. ഇങ്ങോട്ട് കയറുമ്പോൾ നമ്മളെ വായിക്കണം. തമ്മനം കഴിഞ്ഞേ ഉള്ളത് വായിക്കണം. തമ്മനവും കഴിഞ്ഞു, അരൂരും കഴിഞ്ഞു, ചേർത്തലയും കഴിഞ്ഞു, ആലപ്പുഴയും കഴിഞ്ഞു, കന്യാകുമാരിയും കഴിഞ്ഞു, കടലിൽ ചാടിയിട്ട് ഇവന്റെയും പേരില്ല. ആ ടൈപ്പിലായിരുന്നു ഇവരുടെ ജീവിതം. അഹങ്കാരത്തിന്റെയും നീളത്തിന്റെയും മാനസാന്തരമില്ലാതെ കർത്താവിന്റെ പേരിൽ കള്ളസ്തോത്രവും കള്ളക്കണ്ണുനീരി ഒഴുക്കി കള്ളപ്രാർത്ഥനയും പറഞ്ഞു പോയി. സ്തോത്രം. ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരെ ഇതാ തീപ്പൊയ്യിലേക്ക് തള്ളിയിടുന്നു. സ്തോത്രം. ആ പോയ കൂട്ടത്തിലുണ്ടല്ലോ കുറച്ച് ആൾക്കാർ നോക്കിയപ്പം ഇതാരാ നിൽക്കുന്നത്? നമ്മുടെ ഗീവറീസ് പുണ്യാളത്തിനല്ലേ? അയ്യോ, അങ്ങ് അവിടെ കുന്തവും പിടിച്ചോണ്ട് വന്ന് എനിക്ക് ഏതാണ്ടൊക്കെ ഇത് വ്യാകുലമാതാവില്ലേ? ഇത്
അതെ, നിങ്ങളൊക്കെ എങ്ങനെ ഇവിടെ വന്നത്? ഞങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങൾ പല പേരില്ല പലയിടത്തും ഞങ്ങൾ അറിയപ്പെടുന്നു. സാത്താൻ പല പേരില്ല പലയിടത്തും അറിയപ്പെടുന്നു. മനസ്സിലായി? ഒരു ശക്തി പല പേരിൽ അറിയപ്പെടും. പിശാചിനെ അവന്റെ ദൂതന്മാരെയും ഈ തീയും ഗന്ധവും കൊടുക്കുന്ന പുകയിലേക്ക് തള്ളിക്കളയുകയാണ്. അതാണ് ഇരുട്ടിനെ സേവിക്കുന്നവനല്ല ഇരുട്ടിലേക്ക് പോകും, വെളിച്ചത്തെ സേവിക്കുന്നവൻ വെളിച്ച ലോകത്തിലേക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവ സകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഞാൻ എന്റെ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. ഇന്ന് ലൈവായിട്ട് കാണാൻ പോവുകയാണ്. ഇപ്പോൾ അവൻ നിന്റെ വലതുഭാഗത്ത് ഭൂമിയിലും നിന്റെ വീണ്ടെടുപ്പിലും നിന്റെ മുമ്പിലും അവൻ പ്രത്യക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്. അവൻ എന്റെ വലതുഭാഗത്തോട് കൊണ്ട് കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് കുലുങ്ങിപ്പോകാതിരിക്കാൻ കർത്താവ് വലതുഭാഗത്തുണ്ടായെങ്കിൽ നമുക്കുള്ള നേട്ടങ്ങളാണ്. ഒന്നുകൂടെ വായിച്ചാട്ടെ മോളെ കീഴോട്ടെ. സക്കറിയ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം വായിച്ച വേദഭാഗങ്ങൾ 26-ാം വാക്യം മുതൽ കീഴോട്ട് വായിച്ചാട്ടെ. അതുകൊണ്ട് ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലതുഭാഗത്ത് ഇരിക്കാൻ ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു. ആദ്യമായിട്ട് കർത്താവിനെ ഒരു പുള്ളി ചേർത്ത് പിടിച്ചാൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും ഒന്നാമത്തെ കാര്യമാണ് സന്തോഷം. ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകും. രാവിലെ പൊറോട്ട ചാറൊഴിച്ച പൊറോട്ട പതിവായിട്ട് കഴിക്കുന്നതാ. പോക്കറ്റിൽ നോക്കി കാശുണ്ടെന്നറിയാം. അയ്യോ ഇല്ല, സ്തോത്രം. ഉള്ള സന്തോഷം പോയി. വിശക്കുകയും ചെയ്ത് എന്നെ എടുക്കുന്നു. അവിടെ സന്തോഷത്തിന് കുറവുണ്ടാകത്തില്ല. സാരമില്ല, സ്തോത്രം. ഏതൊരു കാര്യത്തിൽ തടസ്സം വന്നാലും സന്തോഷത്തിന് കുറവുണ്ടാകത്തില്ല. കാരണം കർത്താവ് മുമ്പിലുണ്ട്. അവർക്കറിയാം അതെല്ലാം ദൈവം തമ്മിലെ ഭംഗിയായിട്ട് നടത്തിക്കോളും. ഞാൻ അതിന്റെ താകുലപ്പുറണ്ടാവും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. കൊച്ചുങ്ങളുടെ കാര്യം, വീട്ടിലെ കാര്യം, രോഗത്തിന്റെ കാര്യം, ശ്വാസം വിടലിന്റെ കാര്യം, യൂട്രസിന്റെ കാര്യം, പൈസയുടെ കാര്യം, ബാങ്കിലെ കാര്യം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിനക്ക് ആകെപ്പാടെ ചെയ്യാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്താലും അപേക്ഷയാലും അവിടുത്തെ സഹകരണമാന്റെ മാനേരെ ലെറ്ററിൽ കൂടെ അറിയിക്കല്ല, ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടു. സ്തോത്രം. ഇനി ആ വളിച്ച വില്ലേജ് ഓഫീസറെ കയറാൻ ഇനി അവന്റെ മുമ്പിലേക്ക് പേപ്പറും കൊണ്ട് പോകരുത്. എങ്ങോട്ടാ കുഞ്ഞമ്മേ? വില്ലേജ് ഓഫീസിലേറ്റം പോവുക. അവിടെ നിന്ന് ഇച്ചിരി പൈസയൊക്കെ ലോൺ അനുവദിക്കുമെന്ന് പറഞ്ഞ് 3-4 പ്രാവശ്യം നടന്നു. പാരഗണിന്റെ 5-6 തീർപ്പ് തേനല്ലോ ഇത് വല്ല നടന്നോ? ഇന്ന് വാ, നാളെ വാ, മറ്റന്നാള് വാ. അങ്ങനെ അവന് തന്നെ ഇട്ട് നടത്തിക്കൊണ്ടിരിക്കും. നടക്കണമെന്നുണ്ടെങ്കിൽ ഇവന്റെ രീതിയിലേക്ക് വാ. ഒറ്റ നടപ്പിൽ തന്നെ കാര്യം നടക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കാര്യം എത്ര പ്രയാസമുള്ളതാണെങ്കിലും എന്റെ രീതിയിൽ കൊണ്ടുവരുകയും ഞാനത് തീർക്കും. നീ എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും. ചീഞ്ഞു പോകുന്ന, മരിച്ചു പോകുന്ന, നാളെ ശവപ്പെട്ടിക്കകത്ത് കയറാനിരിക്കുന്ന, മനോരമയ്ക്കകത്ത് നാളെ ഫോട്ടോ വരാനിരിക്കുന്ന, നാളെ ബൈബിളിലെ ശവപ്പെട്ടിക്കകത്ത് കയറാൻ പോകുന്നവന്റെ ഒരിക്കലല്ല, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ ഒരിക്കലേക്ക് കുഞ്ഞേ നിന്റെ ആവശ്യങ്ങളുമായി ധൈര്യത്തോടെ കൃപാസനത്തെങ്കിലേക്ക് അടുത്ത് ചെല്ലുക. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവരും സദാ അവരെ പൂർണ്ണമായി രക്ഷിക്കാനും അവന് പ്രാപ്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ഡോക്ടർക്ക് നിന്റെ ജീവന് വേണ്ടി പോരാടാം, പക്ഷെ ഗ്യാരണ്ടി ഇല്ല. പുള്ളിക്കാരൻ അവസാനം പറയും എന്നെ കഴിയുന്നു നോക്കി ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരു പട്ടാളക്കാരന് നിന്റെ രാജ്യത്തെ രക്ഷിക്കാൻ യുദ്ധം ചെയ്യാം, പക്ഷേ പുള്ളിക്കും തീർത്തു പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ യുദ്ധം ചെയ്യുന്നുള്ളതേ ഉള്ളൂ, എപ്പോൾ വേണമെങ്കിലും ഞങ്ങളും മരിക്കും അവന്റെ ആക്രമണം ഉണ്ടായാം. പക്ഷെ നസ്രായന്റെ അരിക്കൽ വന്നാലുണ്ടല്ലോ, ശ്രമിക്കാം, നോക്കാം എന്നല്ല പറയുന്നത്. തന്റെ അരിക്കൽ വരുന്നവൻ ആരായിരുന്നാലും കൊള്ളാം, അവരുടെ വിഷയങ്ങളെ പൂർണ്ണമായി പരിഹരിക്കാമെന്നുള്ളതായ, സാധിച്ചു കൊടുക്കുമെന്നുള്ളതായ, സൗഖ്യമാക്കുമെന്നുള്ളതായ ഉറപ്പാണ് യേശു കൊടുക്കുന്നത്. അതാണ് എന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം. വെറുതെ എങ്കിലേക്ക് മടങ്ങി വരികയില്ല, അയച്ച കാര്യം സാധിപ്പിക്കും. എന്നെ നിന്നെ എങ്ങോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം സ്വർഗം സാധിപ്പിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ എടുക്കും. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിക്കും. ഏതുകൊണ്ട് ഹൃദയം സന്തോഷിക്കും? ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിനെ എല്ലാത്തിലും ഉപരിയായിട്ട് നിന്റെ ജീവിതത്തിന്റെ റൈറ്റ് ഭാഗത്ത് നീ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നിന്റെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാവും. ഒന്നിനെക്കുറിച്ചും വിചാരം ഉണ്ടാക്കത്തില്ല. നേരം വെളുക്കുമ്പോഴെ തന്നെ വളിച്ച മുഖത്തോടെ ചളുങ്ങിയ കവളോടുകൂടെ ഇങ്ങനെ ഇരിക്കത്തില്ല. ചില ബന്ധുക്കോസുകാരിക്കുന്നില്ല, രാവിലെ എഴുന്നേറ്റ് ചില വിഷയങ്ങൾ ഭാരങ്ങളും ഉണ്ടായത്. ഇന്നലെ രാത്രിയിലെ ആ സംഭവം, ആ പുള്ളി വന്ന് പറഞ്ഞ വർത്താനം, ആ ഫോണിലൂടെ കേട്ട മെസ്സേജ്, സ്വോത്രം. ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ, സ്കാൻ ചെയ്തപ്പോൾ തന്നെ അതിനകത്ത് 3-4 ചുമന്ന വരെ പാട് കിടക്കുന്നു. സ്വോത്രം. കിഡ്നിക്കകത്ത് ചേർന്നില്ല കല്ലോ കട്ടയോ അക്കറിപ്പുഴോ ആട്ടപ്പുഴോ കയറിയെന്നുള്ളതൊക്കെ ഇതിനകത്ത് കാണുന്നു. കാത്തു നോക്കിയപ്പോൾ തന്നെ സ്വോത്രം. ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്കുള്ള റൂട്ട് മുഴുവൻ ബ്ലോക്കാ. കാത്തു പരിശോധിച്ചപ്പോൾ ഇങ്ങനെയെല്ലാം കണ്ടു കഴിഞ്ഞെല്ലാം കൂടെ ചെറിയൊരു വിഷയം വന്നു. ഉടനെ അത് വലിയ ദുഃഖമായി, ഭാരമായി. ചത്തുപോകുമോ? ഞാൻ ചത്തുപോയ പിന്നെ ആരുണ്ട്? ഇങ്ങനെ ചെയ്യും. സ്തോത്രം. നീ എന്താ ചെയ്യേണ്ടത്? ഞാനൊന്നും പ്രാർത്ഥിച്ചതാ, കർത്തൃമേശ എടുത്തതാ, കർത്തൃമേശ എടുത്ത് ബിജുപാശ് തൊണ്ട കീറി പറഞ്ഞതാ.
ഈ അപ്പം തിന്നുമ്പോഴൊക്കെ നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകുക. സ്തോത്രം. 10 പ്രാവശ്യം എടുത്തിട്ട് എനിക്ക് സൗഖ്യമല്ല, ബിജുവിന് സൗഖ്യം ഉണ്ടായി, എനിക്കൊരു കുന്തം ഉണ്ടായില്ല. രാത്താ പറയാ സ്തോത്രം. ആ പറഞ്ഞ പുള്ളിക്ക് എന്റെ സൗഖ്യമുണ്ട്, നിനക്ക് എന്നാ കുന്തം ഉണ്ടായത്? ഇതെല്ലാം ഉള്ളിൽ പഴയത് മുഴുവൻ സാത്താൻ ഓർപ്പിച്ചുകൊണ്ട് വരും. സംശയത്തിന്റെയും നിരാശയുടെയും വാക്കുകൾ, നടക്കാത്ത കാര്യങ്ങൾ. ദൈവം കഴിവ് കെട്ടവനാ, ദൈവത്തിന് ചെയ്യാൻ പറ്റത്തില്ല, യേശുക്രിസ്തുവിന് അതിനുള്ള കപ്പാസിറ്റി ഇല്ലെന്നൊക്കെ നിന്റെ ഉള്ളിൽ ഇരുന്ന് പറയുന്ന ആരാന്നറിയാവോ? പ്യായായിരുന്നു പറയുന്നത്. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ഉണ്ടാക്കിയോട്ട് പറ, അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. യേശുവിനെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല. ദുർവർത്താനം ചിന്തിക്കരുത്, പറയരുത്. കനാൻ ഉറ്റുനോക്കുവാനായിട്ട് 12 ഗോത്രഭൗകന്മാരെ മോശയുടെ നേതൃത്വത്തിൽ മോശ അയക്കുന്നുണ്ട്. അവർ കനാൻ ഉറ്റുനോക്കാൻ പോയി. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന ഒരു സദസ്യം ഞാൻ നിനക്കും നിന്റെ തലമുറയ്ക്ക് ഞാൻ നിനക്ക് നൽകും, വാഗ്ദത്തമായി നൽകും. കനാനിലെ 7 ജാതികളെ നീക്കി ആ രാജ്യം നിങ്ങൾക്ക് സ്വന്തമായി നൽകുമെന്ന് അബ്രഹാമിനോട് അരുളി ചെയ്ത ദൈവം. നിയമം കിടക്കുന്നു, വചനം കിടക്കുന്നു, ആലോചന കിടക്കുന്നു, ദൂത് കിടക്കുന്നു, വാഗ്ദത്തം കിടക്കുന്നു. അതിൻ പ്രകാരമാണ് വിശ്വസിച്ചവനായ മോശ തന്റെ ദാസന്മാരെ അയക്കുന്നത്. 12 പേരെ അയച്ചു. അതിന്റെ അകത്ത് 2 പേര് ദൈവദാസന്മാര്, 10 മഹാ തല്ലിപ്പൊളികളുമായിരുന്നു. സ്തോത്രം. ഇവന്മാരും കയറ്റിവിട്ട്, തിരികെ കയറ്റിവിട്ട്, ഇങ്ങനെ 12 വിട്ടത്. നൂന്റെ മകനായ യോശുവായും യെഫുന്നെയുടെ മകനായ കാലേവും. ദൈവത്തിന് സ്തോത്രം. അവരും കൂടെ പോയി. അപ്പൊ 12 പേര് ചെന്നു. അവന്മാര് ദേശം മുഴുവൻ ഇങ്ങനെ നോക്കിയപ്പോഴത്താനുണ്ടാ 6 അടി പൊക്കത്തിന് മുകളിലായി 10 അടി പൊക്കത്ത് ചിലരോ കണ്ടു. അതാണ് അനാക്യമല്ലന്മാര്. അവന്മാര് കൈ തീർന്നൊരു പിടി പിടിച്ചാൽ 2 എണ്ണത്തിനെ മലർത്തിയടിക്കും. സ്തോത്രം. എന്റെ ചോയോ ഞങ്ങളവിടെ ചെന്നപ്പോൾ സ്തോത്രം പഞ്ചാരച്ചാക്ക് തൂക്കിയിട്ടിരിക്കുന്ന പോലാണ് മുന്തിരിക്കൊലയും പിടിച്ചോണ്ട് ആൾക്കാർ പോകുന്നത്, തോളെ കൊണ്ടുപോകുന്നത് കണ്ടത്. പ്രൈസ്. ഞങ്ങൾ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ദൈവം മൊബൈൽ ടവറിന്റെ ചുവട്ടിൽ ലുട്ടാപ്പി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നി. അതിന്റെ ഒരു ഉപമ അവരോട് പറഞ്ഞത്. ഞങ്ങൾക്ക് വെട്ടുക്കിളിയെ പോലെ തോന്നിയെന്ന് അവരെ കണ്ടിട്ട്. അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് ഇവര് കുത്തിയിരിക്കുക. കനാലിലേക്ക് പോയ ആൾക്കാര് ദേശം കാണാൻ പോയിരിക്കുകയല്ലേ, എന്നിട്ട് വേണേ അങ്ങോട്ട് പോകാൻ. അപ്പൊ കേൾക്കാൻ കാത്തിരിക്കുക. അവരുടെ ഇടയ്ക്കോട്ട് വന്ന ഈ തല്ലിപ്പൊളികൾ, ഇവന്മാര് 10 പേര് പറയുക, നമുക്ക് കരസ്ഥമാക്കാൻ പറ്റത്തില്ല, നമുക്ക് ആ കൊടപ്പെടാത്ത നാട്ടിലും കൊള്ളാം, മിസ്റ്റർ ഫർവോൻകുട്ടിയുടെ നാട്ടിലേക്ക് പോകാം, നമുക്ക് തിരിച്ചു പോകാനായിട്ടൊരു തലവനെ നമുക്ക് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിയിരിക്കുന്നത്. നമുക്ക് തിരിച്ചു പോകാനായിട്ട്, നാശത്തിലേക്ക് പോകാൻ, വന്ന വഴിക്ക് ഈജിപ്തിലേക്ക് പോകാൻ തലവനെ കണ്ടുപിടിക്കാം. അവന്മാര് വെട്ടുക്കിളിയെ പോലെ നമ്മൾ തൂത്തുവാരി ഫ്രൈ ചെയ്യും. അങ്ങനെയാ മാടയാ കോടയാ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റത്തില്ല. ദൈവം തമ്പനെ കളിപ്പിച്ചത് ആരാണ്ടോ പറഞ്ഞെന്നും പറഞ്ഞു ദുർവർത്താനം പറഞ്ഞു. നിങ്ങൾ വായിച്ചു നോക്ക് എങ്ങനെ എഴുതിയിരിക്കുന്നത്. അവർ ദുർവർത്താനം പറഞ്ഞു. 10 പേര് ദുർവർത്താനം പറഞ്ഞു. ദൈവവചനത്തിനും ദൈവത്തിന്റെ ആലോചനയ്ക്കും നിന്നെ കഴിഞ്ഞ നാളുകളിൽ ദൂതായിട്ടോ പ്രവചനമായിട്ടോ ദർശനമായിട്ടോ ദൈവം തന്നിരിക്കുന്ന ഒരു വിഷയത്തിനും ആലോചനയ്ക്കും എതിരായിട്ട് ഉപദേശിയാകട്ടെ, പിശാചാകട്ടെ, ദൂതനാകട്ടെ, പ്രൈസ്തല പിണറായി വിജയൻ പോലും പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കരുത്. കാരണം എന്റെ വായിൽ നിന്നും പുറപ്പെട്ട വചനം നിനക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ ദൈവം ചെയ്തിരിക്കും. അന്ന് രാത്രി നീ സ്വപ്നത്തിൽ കണ്ടതാണെങ്കിൽ, ദൈവശബ്ദം മന്ദമായി കേട്ടതാണെങ്കിൽ, ദൂതായിട്ട് നീ ബൈബിളിന്റെ അകത്ത് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കാനുള്ള കാര്യമാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇനി നീ ഒരു ചതഞ്ഞ ഓടയായിരിക്കാം, പുകയുന്ന തിരിയായിരിക്കാം, പക്ഷെ അത് ഊതിക്കെടുത്ത് ഇല്ലാതാക്കി മറ്റുള്ളതിനെ ദൈവം മാനിക്കത്തില്ല. അതിന്റെ നടുവിൽ നിന്നെയും ദൈവം അഡ്ജസ്റ്റ് ചെയ്ത് മോഡൽ മാറ്റി ഷേപ്പ് മാറ്റി ദൈവം നടത്തും. പക്ഷെ അവന്റെ കയ്യിലെ കളിവെണ്ട പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. അവൻ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി മാറ്റി. ഇന്നീ അവസ്ഥയിലൊന്നും ഇരിക്കേണ്ട ആളല്ല നീ. അതിന്റെ അപ്പുറത്ത് വേറൊരവസ്ഥയിൽ ഇരിക്കേണ്ടതാണ്. ഇടക്കാലഘട്ടങ്ങളിൽ പറ്റിയ ഉടവുകളാണ്, പൊട്ടലുകളാണ്, ചതവുകളാണ് ഇന്ന് തകർന്നു പോയത്. പക്ഷെ ദൈവം വിട്ടുകില്ല. ദൈവം അതിനെ വീണ്ടും പണത് രൂപാന്തരപ്പെടുത്തി പുതുവർഷത്തിൽ ഒരു പുതിയ പാത്രമാക്കി ദൈവം മാറ്റും. നിന്റെ അകത്തും പുറത്തും ശരീരത്തിനും മനസ്സിനും നിന്റെ കുഞ്ഞുങ്ങൾക്കും നീ എവിടെ ഒറ്റപ്പെട്ട് ദുഃഖം അനുഭവിച്ചോ, മറ്റുള്ളവരുടെ ജീവിതം കണ്ട് നീ പലപ്പോഴും കരയുന്നുണ്ട്. ദൈവമേ, എനിക്കങ്ങനെ ഒരു ലൈഫ് കിട്ടിയില്ലല്ലോ, എനിക്കങ്ങനെ ഒരു കുടുംബം കിട്ടിയില്ലല്ലോ. ഭാരപ്പെടേണ്ട. ദൈവം തമ്പുരാൻ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒരു സന്തോഷം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഞാൻ എന്റെ കർത്താവിനെ എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവനെന്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയാണ്. അതുകൊണ്ട് എന്റെ ഹൃദയം ഇതാ സന്തോഷിക്കുന്നു. അടുത്ത് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് ആനന്ദിച്ചു. നാവ് ആനന്ദിക്കണം. നാവിന്റെ അർത്ഥം ചുമ്മാ പ്രൈസലോ നിരാശയുടെ ദുഃഖത്തിന്റെയും ഭാരത്തിന്റെ വാക്കുകൾ പറയരുത്. പ്രൈസലോ എങ്ങോട്ടാ കുഞ്ഞാമ്മ? പ്രാർത്ഥനയുണ്ടെന്ന് പ്രാർത്ഥന കഴിഞ്ഞത്. പിന്നെ അതുകൂടി അവിടെ കയറി താമസമുണ്ട്, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പ്രൈസലോ ആ വാക്ക് കേൾക്കുമ്പോഴേ അറിയാം ഞാൻ പോകുന്നുള്ളത്. പിന്നെ ചുമ്മാ വെറുതെ അങ്ങ് പോവുക. യഹോവയുടെ ആലയത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം ആനന്ദിച്ചു. ഒരു കൂട്ടായ്മ, ഒരു ഉപവാസം, ഒരു കൂടിവരെ, ഒരു ദൂത, ഒരു പുതിയ കർത്തദാസൻ കടന്നു വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാലുള്ള സന്തോഷം ഉണ്ടായിരിക്കണം. കാരണം അവിടെ നീയും നിന്റെ തമ്പുരാനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. യഹോവയുടെ സന്നിധിയിലായിരിക്കുന്നത്. നിന്റെ പ്രാകാരങ്ങളിൽ ഇരിക്കുന്ന ഒരു ദിവസം മറ്റ്1000 ദിവസത്തേക്കാൾ ഉത്തമമാ. മാടക്കടലും വെയിറ്റിട്ട് പോയി വാചകം അടിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രൈസിലെ വോട്ട് ചോദിക്കാൻ പോകുന്നവനെക്കാട്ടിലും ഏറ്റവും നല്ലതാണ് അവന്റെ സന്നിധിയിൽ അന്നത്തെ ദിവസം നീ ഉപവാസം എടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് അതിന്റെ അനുഗതിന്റെ പിന്നാലെ തേടി വരും.
എന്റെ നാവ് നിരാശയുടെ വാക്കുകൾ പറയരുത്, ദുഃഖത്തിന്റെ വാക്കുകൾ പറയരുത്. ദുഃഖം, പ്രയാസവും സങ്കടവും ഒക്കെ ദൈവം നമുക്ക് തരും. എന്തിനാ നമ്മളെ രൂപാന്തരപ്പെടുത്താൻ? അത് മുഴുവൻ പറയരുത്. പ്രൈസലോ എന്നെ എടുക്കാൻ എങ്ങനെയൊക്കെ പോകുന്നു, പ്രൈസലോ എന്നൊക്കെയാണ് വലിയ പ്രയാസമായിരുന്നു. ഞാൻ തന്നെ ചിന്തിച്ച് എങ്ങനെ നാട്ടുകാരോടാ പറയുന്നത്. അപ്പുറത്തെ വീട്ടിലെ കത്തോലിക്ക പള്ളി കുർബാന കഴിഞ്ഞ് വന്ന് വെടിക്കെട്ടും കണ്ടിച്ച് പെരുന്നാളിന് പോയിച്ചു വന്ന് അവളോടാ സമുദായക്കാരത്തിലാണ് പറയുന്നത്, പെന്തക്കോസുകാരത്തി. പ്രൈസലോ എന്ന് പറയാണ് ഇങ്ങനെ പോകുന്നുള്ളതുള്ള അമ്മാമ എല്ലാം എന്നെ എടുക്കുന്നു. പ്രൈസലോ കാര്യങ്ങളൊക്കെ അല്ല. പ്രൈസലോ എന്നാ അവള് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗം നിങ്ങൾ നോക്കാമല്ലായിരുന്നോ? അങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത്ര 10 കേസ് കിട്ട സഭയ്ക്കകത്തുണ്ട്. ആ സഭ മുടിക്കാനായിട്ട് ഈ ഷാനി മതി. ഏഷ്യാനെറ്റിലെ ഷാനിയില്ലേ, അവിടെ ഒരു കാര്യം പുള്ളിക്കാർക്ക് എല്ലാവരും ഒരു ലോകം മുഴുവൻ അറിയിക്കും. പ്രൈസലോ കാര്യങ്ങളെ മറച്ചു വെക്കേണ്ടത് മറച്ചു വെച്ചോണം. ഞാൻ പറഞ്ഞേക്കാം, കുടുംബത്തിന്റെ അകത്ത് ചില പ്രയാസങ്ങളും കുടുംബജീവിതമാകുമ്പോൾ ചില സംസാരങ്ങളും തട്ടിമുട്ടിയൊക്കെ ഇരിക്കും. ഇതെല്ലാം പറഞ്ഞാൽ അടുത്ത വീട്ടിലെ അമ്മണിയോട് ഇപ്പുറത്ത് വന്ന ഗുണപ്പെടാത്തവനും കഞ്ചാവ് പിടിക്കുന്ന ചാക്കോഴൊന്നും പറയരുത്. പ്രൈസലോ നീ അവർക്ക് ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഭാരമെല്ലാം അങ്ങ് മാറി, ദുഃഖമെല്ലാം അങ്ങ് മാറി എന്ന് പറഞ്ഞാൽ ഗുണപ്പെടാത്ത ചാക്കോണോ ക്രൂശ കയറിയത്? നിന്റെ പ്രയാസങ്ങൾ മുഴുവൻ നിന്റെ കർത്താവിനോടെ പറയാവൂ. മാർത്തയെ നീ പലതിനെയും ചൊല്ലി മനം കലങ്ങിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു. ആ നല്ല അംശം നീ തെരഞ്ഞെടുക്കാനിടയാക്കണം. നാവിന്റെ അകത്തുനിന്ന് കർത്താവിന് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്, നിരാശയുടെ വാക്കുകൾ പറയരുത്. അടുത്തത് മോളെ പെട്ടെന്ന് വായിച്ചാട്ടെ. എന്റെ ജഡവും ശരീരത്തിൽ സുഖം വരാത്തതിന്റെ കാര്യം എന്നാ ചോദിച്ചാൽ, മനസ്സിന് സന്തോഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നാക്ക് ശരിയല്ലെങ്കിൽ അത് മുഴുവൻ എന്നാ എടുക്കും? ശരീരത്തിന്മേൽ ഭയങ്കര ഇതായിരിക്കും, വലിച്ചിലും കോഴിച്ചും കൊടുത്തു ഭയങ്കര വിഷയം. ശരീരത്തിനൊരു സുഖം കാണത്തില്ല, ശരീരത്തിന് സുഖം കാണത്തില്ല. ദൈവത്തിന് അകൃത്യം ദണ്ഡനങ്ങളെ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുഴു പോലെ ക്ഷയിപ്പിക്കുന്നു. കാണത്തില്ല 60, 70, 80 വയസ്സുള്ള ചില അച്ചായന്മാരും അമ്മച്ചിമാരും ഒക്കെ പോകുമ്പോൾ തന്നെ ഈ അവിടെ ആ ചുറുചുറുക്കും അവരുടെ മുഖത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലാഷ് ലൈറ്റ് അടിച്ചു പോരാ. എന്നാ തേജസ് കണ്ടോ? പ്രൈസലോ അയ്യോ ഇവിടെ ആണ്ട് രാത്രി 22, 27 വയസ്സേ ഉള്ളൂ. ലിഫ്റ്റിക്ക് തൂക്കുന്നു, പാരസെറ്റമോൾ കുഴച്ചു തൂക്കുന്നു, ബ്ലീച്ചിങ് പൗഡർ മുഖത്തിടുന്നു, ഫെയർ ലെവൽ വടിച്ചു കയറ്റുന്നു, ചാണകം വാരി തൊട്ട് ഇരിക്കുന്നത് എന്നതാ പോത്തിന്റെ മുഖം പോലെ. പക്ഷെ പ്രാർത്ഥിക്കുന്ന എന്റെ അമ്മാമ്മയുടെ മുഖത്ത് നോക്കിയ പ്രായം അത്രയുണ്ടെങ്കിലും സ്തോത്രം നോക്കുമ്പോൾ അവരുടെ മുഖത്തൊരു തേജസ്സുണ്ട്, ഒരു വെളിപ്പാടുണ്ട്, ഒരു പ്രത്യാശയുണ്ട്, പ്രതീക്ഷയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അത് തന്നെയല്ല നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമായി മാറരുത്. ജീവനെ കാണാൻ ആഗ്രഹിക്കുകയും നന്മ കാണാൻ ഇച്ഛിക്കുകയും ദീർഘായുസ് ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജ്യം കല്ല് വെച്ച നുണ പറയരുത്. നുണയ്ക്ക് PhD എടുത്ത് 2 കൂട്ടർ ഇതിന്റെ അതിരിപ്പുണ്ട്. പറയും പമ്മി ഇരിക്കുക. പ്രൈസ് നിന്നെ ഈ വർഷം പിടിക്കും. നോക്കിയോ, ഡിസംബർ ഇന്ന് രാത്രി 31 മുമ്പായി, ഡിസംബർ 30 മുമ്പായിട്ട് നിന്റെ നുണപരിപാടി കല്ല് വെച്ച നുണ സത്യമേ പറയാവൂ. എന്ന് പറഞ്ഞാ ഊവ്, ഇല്ലെന്ന് പറഞ്ഞാ ഇല്ല. ചില ആൾക്കാർ സത്യം പറയുന്നതാണ്. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ഈ മൊബൈലാണ് സത്യം, ഈ ബൈബിളാണ് സത്യം, ഈ അമ്മച്ചിയാണ് സത്യം, ഈ മുറ്റത്ത് കിടക്കുന്ന കൈസറാണ് സത്യം. പറയരുത്, അത് ദൈവം പറയുന്നിട്ടില്ല. വൃത്തികെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ കള്ളത്തരവാ പറഞ്ഞു ഉറപ്പിക്കാനായിട്ടാ ഈ പട്ടിക മൊബൈലും എല്ലാം അതിന്റെ അത് കുതിക്കേറ്റുന്നത്. പ്രൈസ് ഞാൻ അമ്മമ്മയെ പറഞ്ഞില്ല, അച്ഛാ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത്ര മാത്രം പറഞ്ഞാൽ മതി. അതിന്റെ അകത്തൊന്നും അഡീഷണൽ ഫിറ്റിങ്ങും എക്സ്ട്രാ ഫിറ്റിങ്ങും ഒന്നും വേണ്ട. സ്തോത്രം. പ്രൈസ് ഒന്ന് ചില ആൾക്കാരുണ്ട്, അവർക്ക് ന്യായമായ സൗന്ദര്യം ദൈവം തമ്പുരാൻ കൊടുത്തിട്ടുണ്ട് സഹോദരിക്ക് കേട്ടോ. എന്നാലും ഒക്കെ അങ്ങോട്ട് സന്തോഷം വരത്തില്ല. ചുമന്ന ലിപ്സ്റ്റിക്കും പ്രൈസലോ കഴുത്തയിലും കാലേലും മൂക്കിലും പല്ലിന്റെ അകത്ത് വരെ ചിലത് കുത്തിക്കയറ്റിയ പ്രൈസലോ ഇവിടെ നടക്കുന്നത് മുഴുവൻ. പ്രൈസലോ സ്തോത്രം. ആര് നോക്കാൻ, എവിടെ നോക്കാൻ? സ്തോത്രം. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. സൗന്ദര്യം വൃത്തവും ലാവണ്യം വ്യാജ്യമാകുന്നു. അങ്ങനെ എഴുതിയിരിക്കും. പ്രൈസലോ. യഹോഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ദൈവത്തിന്റെ സ്തോത്രം. അതാണ് നമ്മുടെ ബിജു പാസ്റ്റർ വൈബിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. മഞ്ജുവാരൊക്കെ വരട്ടെ, തോറ്റു തുന്നം പാടി പോകും. പ്രൈസലോ. പൊക്കി പറഞ്ഞതല്ല, മുഖസ്തുതി പറഞ്ഞതല്ല. ആത്മീയ സൗന്ദര്യവും പ്രൈസലെ ബ്യൂട്ടി പാർലറിലെ സൗന്ദര്യമായിട്ട് വ്യത്യാസം ഉണ്ടെന്നായി പറഞ്ഞത്. അതാ പറഞ്ഞത്. പ്രൈസലോ. ഇവിടെ ഇരിക്കുന്ന അച്ചാനിരിക്കുന്നുണ്ട്, സാൻഡ് പേപ്പർ പിടിച്ചോല അച്ചാന്റെ തലയിരിക്കുന്നത്, മാരുതിക്കാരന്റെ മോള് പോലെ. ദൈവത്തിന് ആ മുഖത്തോട്ടൊന്ന് നോക്കി, ആ മുഖത്തെ വ്യത്യാസം കണ്ടോ? അതാണ് ദൈവ തേജസ് എന്ന് പറയുന്ന കാര്യം. പ്രൈസ് നിങ്ങൾക്കറിയത്തില്ല, അത് നാട്ടുകാർക്ക്. ഞങ്ങളൊക്കെ എവിടെ ചെന്ന് നിൽക്കുകയാണല്ലോ, ഏത് സ്ഥലത്ത് പോയി നിൽക്കുകയാണല്ലോ, കട്ടപ്പനയിലോ ഏലിപ്പാറയോ കുട്ടക്കാടത്തോ എവിടെ പോയി നിൽക്കുകയാണല്ലോ, ഓട്ടോറിക്ഷക്കാർ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചുമ്മാ ചോദിക്കും, പാസ്സാണ്. അതെ, എങ്ങനെ അറിയും? അവരുണ്ട്. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പോന്നപ്പോൾ ആരാണ്ട് പറഞ്ഞതോ, ഇന്നലെ ഗോപിനാഥൻ പാസ്റ്റർ കണ്ണൂർക്ക് വരുന്നുണ്ട്, ഓട്ടോക്കാർക്ക് ഇൻഫർമേഷൻ കൊടുത്താണ്. നീ എവിടെ ചെന്ന് നിന്നെന്ന് പറഞ്ഞാലും നീ ആരാണെന്ന് സാത്താൻ അറിയാം. അവർക്കറിയാം, നിന്നെ കാണുമ്പോഴേ അറിയാം, ഉണ്ണിയെ കാണുമ്പോഴേ അറിയാം ഊരിലെ പഞ്ഞം. യോസേപ്പിനെ കണ്ട ഉടനെ ഫറവോൻ പറഞ്ഞു, ഇവനാണ് ഇന്നലെ വരെ മണിയടിച്ച് കുലുക്കി കുത്തി മന്ത്രവാദം ചെയ്ത് ഉമ്മാക്കിയെ പേടിപ്പിച്ച് മന്ത്രവാദിയായിട്ട് അകത്ത് കയറി കിടന്ന് ഈ ഒരുത്തനായ ഫറവോൻ. പിറ്റേ ദിവസം രാവിലെയാണ് നമ്മുടെ പഴയ നിയമത്തിലെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന പെന്തക്കോസുകാരൻ കടന്നു ചെയ്തപ്പോ അവന്റെ മുഖിട്ട് പറയാ, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ?
ഇന്നത്തെ ഫറവോനും അങ്ങനെ പറയുന്നത്. പെന്തക്കോസ്തുകാരുടെ മുഖത്ത് നോക്കിയാൽ പ്രത്യേകമായി ഒരു ദൈവ തേജസ്സും ദൈവാത്മാവും ഉണ്ട്. ആരാ പറഞ്ഞോളാം നിങ്ങൾക്ക് അറിയാമല്ലോ, മിസ്റ്റർ ഫറവോൻ കുട്ടിയാ പറഞ്ഞത്. പറയുന്നല്ലോ ഓത്രം പോകരുത് പോകരുത് എന്ന് പറഞ്ഞു. ഇപ്പം കൂട്ടത്തോടെ അവിടെ നടങ്ങിക്കൊണ്ടിരിക്കുക ആൾക്കാർ. മനസ്സിലായി. പ്രൈസ്. ഒരു കാലഘട്ടത്തിൽ കത്തോലിക്ക സഭ ബൈബിൾ വായിക്കാൻ അനുവദിച്ചില്ല. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ അനേക ദൈവമക്കൾ, അവിടെയുള്ള അനേക വിശ്വാസികൾ ബൈബിൾ വായിച്ച് സത്യം മനസ്സിലാക്കി ഇന്ന് അച്ഛന്മാരവരെ കൂട്ടത്തോടെ ശാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ ബന്ധക്കോസുകാരായ അച്ചായന്മാരും അമ്മച്ചുമാരും നിങ്ങളുടെ തലമുറകളും അന്യഭാഷ പറഞ്ഞപ്പോൾ അവർ പള്ളി വിലക്കി അവരെ പുറത്താക്കി പണ്ടം വെച്ചു. അതുപോലെ തന്നെ കടന്നുപോയപ്പോൾ അവരെ കളിയാക്കി. ഇന്ന് പല അച്ഛന്മാരും പന്തൽ കെട്ടിയും കുടിൽ കെട്ടും ആറ്റിൽ മണത്തിട്ടിലൊക്കെ ഷെഡ് കെട്ടിയൊക്കെ യേശുവേ നന്ദി കഥാവേ തോത്ത നന്ദി അപ്പ അന്യഭാഷയാണോ ഏതോ ഭാഷയാണെന്നൊക്കെ പറയുന്നുണ്ട്. കാര്യങ്ങൾ അവിടം വരെയായി. ഇങ്ങനെ മാർപ്പാപ്പ ലാസ്റ്റ് മെസ്സേജ് വിട്ടിരിക്കുകയാണ്. ആ മാതാവ് എന്ന് പറയുന്ന കുന്തത്തിനെ നിങ്ങൾ സേവിക്കാൻ പോകരുത്. ഒറിജിനൽ ദൈവമല്ല, ഡ്യൂപ്ലിക്കേറ്റാ. യേശുവാണ് നമുക്ക് ഭരിച്ചത്. അവള് നമുക്ക് വേണ്ടി ഒരു യുഗം ചെയ്തിട്ടില്ലെന്ന്. അതാ അതിന്റെ മലയാള പരിഭാഷ. അങ്ങനല്ലേ? എന്നിട്ട് ആലപ്പുഴയ്ക്ക് കൃപാസനത്തിലേക്ക് നീ എതിരിയാനും പോകും. യഹോവയുടെ പക്ഷത്തുള്ളവൻ യഹോവ മാർദ്ദിക്കട്ടെ. ക്രിസ്തുവിന്റെ ഭാഗത്തും നിങ്ങൾ ക്രിസ്തുവിനുള്ളവൻ, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ്, നിങ്ങൾ വീണ്ടെടുപ്പിനുള്ളവരാണ്, ദൈവത്തിന് വേണ്ടിയുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇങ്ങനെ എഴുതി ആ വാക്യം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. കർത്താവിന്റെ വലതുഭാഗത്തുള്ളവൻ നരകത്തിൽ പോകത്തില്ല. സ്തോത്രം. അവൻ നരകത്തിൽ പോകത്തില്ല. ഈ പാപാന്തകാരത്തിൽ നിന്നും ഈ നിത്യരക്ഷയിലേക്കും ജീവങ്കിലേക്കും നടത്തിയത് നമ്മുടെ കർത്താവായ യേശുവാണ്. നമ്മളെ മരണത്തിൽ നിന്നും നരകത്തിൽ നിന്നും രക്ഷിച്ചു. എന്തുകൊണ്ട്? അവൻ നമ്മുടെ വലതുഭാഗത്ത് വന്നതുകൊണ്ട്. ഈ വലതുഭാഗത്ത് പലതുമുണ്ടായിരുന്നു. അപ്പൻ, അമ്മ, മാതാവ്, പിതാവ്, ഈ ലോകത്തിലെ ദൈവങ്ങളെ, മന്ത്രവാദം, ആഭിചാരം, വിഗ്രഹങ്ങളെ, സ്തംഭങ്ങൾ, അമ്പുപർഷണം, കോഴി നേർച്ച, ഈത്തു മത്സരം, വെടിക്കെട്ട്, മാണം, 18 അടിയന്തരം, ഇങ്ങനെ പല സാധനങ്ങൾ ഈ വലതുഭാഗത്ത് ഇരുന്നത്. മൊത്തം ഇതിനെ എല്ലാം കൂടെ തൂത്തുവാരിയാണ് കർത്താവിനെ അങ്ങോട്ട് കയറ്റി നിർത്തി. ഉണ്ടായ നേട്ടങ്ങളാ. സ്തോത്രം. മനസ്സിന്, നാവിന്, ശരീരത്തിന്. ഇപ്പം വന്നിരിക്കുന്ന എന്നറിയാമോ? നിത്യരക്ഷ. നമ്മളെ നരകത്തിൽ നിന്ന് വിടുവിച്ചു. നീ എന്നെ ജീവമാർഗ്ഗങ്ങളെ അറിയുന്നു. നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും. ഇനി പൂർണ്ണ സന്തോഷം സ്വർഗത്തിൽ നമുക്ക് തരാൻ പോവാ. വീണ്ടെടുപ്പോടെ ഈ കഷ്ടങ്ങളെല്ലാം മാറിപ്പോകും, ഈ പ്രയാസങ്ങളെല്ലാം മാറും. അവനവരുടെ കണ്ണു നേർ തുടയ്ക്കും. നീ എന്നെ സന്തോഷപൂർണനാക്കും. പ്രൈസ് ഗോഡ്. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ.